ഹലോ എവരിവൺ. സീക്വൻസസ് ആൻഡ് സീരീസ് നിങ്ങൾ ഓൾറെഡി ഒരുപാട് കോൺസെപ്റ്റ് ഇതുമായി റിലേറ്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരിക്കും. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 8th 9th 10th +1 +2 ഇനി അങ്ങോട്ട് മുകളിലോട്ടുള്ള എല്ലാ ക്ലാസ്സുകളിലും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരുപാട് കോൺസെപ്റ്റ്സ് ആണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. അപ്പോൾ ഇതിന് എന്തായാലും ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ വരുന്ന കുറച്ച് കോൺസെപ്റ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ പറയുന്നത് സം ഓഫ് സീരീസ് ആണ്. അത് പല സീക്വൻസും കാര്യങ്ങളൊക്കെ തന്നിട്ട് അതിൻ്റെ സമ്മ് കാണാൻ നിങ്ങൾക്ക് അറിയാം. SN എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻസിലായിക്കോട്ടെ അല്ലാതെയുള്ള സീക്വൻസുകളായിക്കോട്ടെ ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഫസ്റ്റ് വൺ പറയുന്നത് സമ്മേഷൻ r is equal to 1 to n AR plus or minus BR is equal to summation r is equal to 1 to n AR plus or minus summation r is equal to 1 to n BR. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വന്നു വിചാരിക്കാം. സമ്മേഷൻ AN² പ്ലസ് BN ഇങ്ങനെയാണ് വന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ സമ്മേഷനകത്ത് വരുന്നത് AN² പ്ലസ് BN ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സമ്മേഷൻ രണ്ട് പേർക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊടുക്കാം. സമ്മേഷൻ AN² പ്ലസ് സമ്മേഷൻ BN എന്നുള്ള രീതി രണ്ട് പേർക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. ദാറ്റ്സ് ദ ഐഡിയ. ഓക്കെ, ഇനി ഇതിൻ്റെ റേഞ്ച് r is equal to 1 to n എന്നുള്ള റേഞ്ച് ഒക്കെ അവിടെ ഉണ്ട്. റേഞ്ച് ഞാൻ കൊടുത്തിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്യാം? സമ്മേഷൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊടുക്കാം. അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത്. സെക്കൻഡ് പറയുന്നത് സമ്മേഷൻ r is equal to 1 to n k into AR is equal to k into summation r is equal to 1 to n AR എന്ന് വെച്ചാൽ ഇവിടെ k എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇങ്ങനെയാണ് വന്നത് വിചാരിക്കുക. സമ്മേഷൻ 10n² എന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഇയാൾ എന്ത് ചെയ്യാൻ പറ്റും? 10 into സമ്മേഷൻ n² എന്നാക്കാൻ പറ്റും. 10 into സമ്മേഷൻ n² എന്നുള്ള ഇതിൽ റെഡി അല്ലേ? ഇനി അടുത്തത് സമ്മേഷൻ r is equal to 1 to n k അതൊരു കോൺസ്റ്റന്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ അതിന് ആൻസർ n into k വേറെ k is a constant എന്ന് വെച്ചാൽ ഇതിൽ തന്നെ ഞാൻ ആ n² ഒഴിവാക്കിയിട്ട് വെറും 10 എന്നുള്ള നമ്പർ മാത്രമാണ് കൊടുക്കുന്നത് വിചാരിക്കാം. ഓക്കെ, r is equal to 1 to n എന്നാൽ ഇതിന് മീനിങ് എന്താ? ആറിൻ്റെ വാല്യൂ 1 വരുമ്പോൾ സമ്മേഷൻ എന്തായിട്ട് മാറും? 10 തന്നെയാണ്. കാരണം അവിടെ വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് ചേർക്കാൻ ഒരാളും ഇല്ല അല്ലേ? ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് n-ന് 1 2 3 4 ഇങ്ങനെ ഓരോന്നിട്ട് കൊടുക്കുകയാണെങ്കിൽ ഓരോ വാല്യൂസ് ഇങ്ങനെ വരും. കാരണം n² അവിടെ ഉണ്ട്. പക്ഷേ ഇവിടെ ഇയാളുടെ കൂടെ വേറെ എക്സ്പ്രഷൻസ് ഒന്നുമില്ല. അപ്പോൾ r1 ആണെങ്കിൽ 10 ആണ്. പ്ലസ് അടുത്ത r2 ആകുമ്പോഴോ 10 തന്നെയാണ്. ചേഞ്ച് വരില്ല. കാരണം അവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ ആരുമില്ല. അടുത്ത 3 ആകുമ്പോഴോ 10 ആണ്. ഇങ്ങനെ ഏത് നമ്പർ അപ് ടു n വരുന്നവരെ n ടൈംസ് എന്ത് ചെയ്യണം? 10 ആഡ് ചെയ്ത് വരും. അപ്പോൾ ആൻസർ എന്തായിരിക്കും? 10 into n. 10 ടൈംസ് ആണ് 10 അവിടെ ആഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ജസ്റ്റ് ഒരു നമ്പർ കോൺസ്റ്റന്റ് നമ്പർ മാത്രം ഉള്ളെങ്കിൽ അതിൻ്റെ കൂടെ n മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അതാണ് kn വരാം അല്ലെങ്കിൽ nk വരാൻ കാരണം. ക്ലിയർ അല്ലേ? അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഓൾറെഡി മുന്നേയുള്ള പല ക്ലാസ്സുകളും പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇവിടെ ഉള്ളത് സം ഓഫ് ദി ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് അതായത് 1 + 2 + 3 + 4 എന്നിങ്ങനെ പോയിട്ട് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് കാണാനുള്ള ഫോർമുലയാണ് n into n + 1/2 എന്നുള്ളത്. നിങ്ങൾ ഓൾറെഡി 7th അത് പഠിക്കുന്നുണ്ട്. അവിടെ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും. ഈ സമ്മേഷൻ്റെ ഫോർമാറ്റിൽ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റും. ഇത് r is equal to 1 ആണ് കേട്ടോ. സമ്മേഷൻ r is equal to 1 to n. ഓക്കെ, സമ്മേഷൻ r is equal to 1 to n r എന്ന് വെച്ചാൽ 1 ഇട്ട് എടുക്കുമ്പോൾ 1 ആവും. +2 +3 പ്ലസ് അങ്ങനെ അപ് ടു n വരെയാണ് പോവുക. അങ്ങനെയാണെങ്കിൽ n into n + 1/2 ചെയ്താൽ മതി. ഓക്കെ, അത് നിങ്ങളുടെ ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സിന് സമ്മ് കാണാൻ പറഞ്ഞാൽ n-ന് പകരം 10 ഇട്ട് കൊടുത്താൽ മതി. ഫസ്റ്റ് 100 നാച്ചുറൽ നമ്പേഴ്സിന് സമ്മ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 100 കൊടുത്താൽ മതി. ഫസ്റ്റ് എന്നുള്ള വേർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ? 1-ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരാൾ 10-ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ പറ്റുമോ? ഇല്ല. 1-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സമ്മാണ് ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് നമ്മൾ കാണുന്നത്. ഇനി സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ദി ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ചെയ്യുന്നത് 1 + 2 + 3 എന്നിങ്ങനെയാണെങ്കിൽ സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 1² + 2² + 3² ഇങ്ങനെ പോകുന്ന അപ് ടു n² വരെ. ഓക്കെ, അങ്ങനെ പോകുന്നത് n ടേംസിൻ്റെ സ്ക്വയറുകളുടെ സമ്മ്. അത് കാണാനുള്ള ഫോർമുലയാണ് n into n + 1 into 2n + 1 divided by 6 എന്ന് പറയുന്ന ഇക്വേഷൻ. ഓക്കെ, n into n + 1 into 2n + 1/6. അപ്പോൾ ഇവിടെ എന്താണ്? സമ്മേഷൻ r is equal to 1 to n r² ആണ്. അതായത് 1 എടുക്കുമ്പോൾ 1², 2 വരുമ്പോൾ 2², 3 വരുമ്പോൾ 3². അങ്ങനെ ഈ ഫോർമുല ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഫോർമുലാസ് ഒക്കെ. അടുത്ത കേസിൽ പറയുന്നത് സം ഓഫ് ദി ക്യൂബ്സ് ഓഫ് ദി ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ എന്താ ക്യൂബ്സിൻ്റെ കേസിൽ വരുന്നത് എങ്ങനെയാണ്? ക്യൂബ്സ് വരുമ്പോൾ 1³ + 2³ + 3³ ഇങ്ങനെ ക്യൂബ്സ് ആയിരിക്കും വരിക. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ക്യൂബുകളുടെ സമ്മ് എന്താണ്? അത് n² into n + 1² അഥവാ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം n into n + 1/2 സ്ക്വയർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താ? നിങ്ങൾ നോക്കിയേ, ഇതിന് ഈ സ്ക്വയർ n ഇട്ട് കൊടുത്താൽ n² വരും. n + 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ n + 1², 2-ന് 2 സ്ക്വയർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2² 4. അപ്പോൾ അത് തന്നെയാണ്.
n ഇൻറ്റു n പ്ലസ് 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? അത് നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മല്ലേ, ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ സിഗ്മ r ഇസ് ഇക്വൽ ടു 1 to n അല്ലെങ്കിൽ സമ്മേഷൻ r ഇസ് ഇക്വൽ ടു 1 to n r എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മാണ്. അതായത് n ഇൻറ്റു n പ്ലസ് 1/2 ആണ് അയാളുടെ സ്ക്വയർ എന്ന് കൊടുക്കാൻ കാരണം. അപ്പോൾ സമ്മേഷൻ r ഇസ് ഇക്വൽ ടു 1 to n r ക്യൂബ്, ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ക്യൂബുകളുടെ സമ്മ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n ഇൻറ്റു n പ്ലസ് 1/2 ഓൾ സ്ക്വയർ അല്ലെങ്കിൽ n സ്ക്വയർ ഇൻറ്റു n പ്ലസ് 1 ഓൾ സ്ക്വയർ ഡിവൈഡ് ബൈ 4 അല്ലെങ്കിൽ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മിൻ്റെ സ്ക്വയർ എന്നൊക്കെ പറയാം. റെഡി? അടുത്തത് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ 4th പവർ എടുത്തു കഴിഞ്ഞാൽ അവരുടെ സമ്മ് ചെയ്താൽ എന്ന് വെച്ചാൽ 1/4 പ്ലസ് 2/4 പ്ലസ് 3/4 പ്ലസ് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ എന്തായിരിക്കും? അതിൻ്റെ ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സമ്മേഷൻ r ഇസ് ഇക്വൽ ടു 1 to n r/4 ആണെങ്കിൽ n/30 ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഇൻറ്റു 3n സ്ക്വയർ പ്ലസ് 3n മൈനസ് 1 അല്ലെങ്കിൽ ഇങ്ങനെ പറയാം n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഇൻറ്റു 3n സ്ക്വയർ പ്ലസ് 3n മൈനസ് 1 ഡിവൈഡ് ബൈ 30 അങ്ങനെ വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇത് അത്ര കോമൺ ആയിട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യം വരാറില്ല, ബട്ട് സ്റ്റിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ബാക്കിയെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ഫസ്റ്റ് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് ചില സ്ഥലങ്ങളിൽ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തതും അഗൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള അടുത്ത രണ്ട് ഫോർമുലയാണ് സം ഓഫ് ഫസ്റ്റ് n ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. n ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ? അവിടെ ഓഡ് നമ്പേഴ്സേ വരുള്ളൂ. 1 പ്ലസ് 3 പ്ലസ് 5 പ്ലസ് 7 എന്നിങ്ങനെ പോകുന്ന ആൾക്കാർ. ഫസ്റ്റ് n ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ 2 പ്ലസ് 4 പ്ലസ് 6 പ്ലസ് 8 പ്ലസ് ഇങ്ങനെ പോകുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവരുടെ തമ്മിലുള്ള ഡിഫറൻസ്. ഫസ്റ്റ് n ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്, ഫസ്റ്റ് n ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്. ഓഡ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മിലോട്ട് വരുന്ന സമയത്ത് ഫോർമുല എന്ന് പറഞ്ഞാൽ n സ്ക്വയർ ആണ്. ഇപ്പോൾ ഫസ്റ്റ് 50 ഓഡ് നാച്ചുറൽ നമ്പേഴ്സിനെ സംബന്ധിച്ച് എന്താ പറഞ്ഞാൽ മതി? 50 സ്ക്വയർ. ഫസ്റ്റ് 10 ഓഡ് നാച്ചുറൽ നമ്പേഴ്സിനെ സംബന്ധിച്ചാലോ 10 സ്ക്വയർ. പക്ഷേ ഒരു ഡിഫറൻസ് ഉണ്ട്. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇപ്പോൾ ഇവിടെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് 1 മുതൽ 100 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുമ്പോൾ 1 മുതൽ 100 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുമ്പോൾ അവിടെ എത്ര നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്? n എന്ന് പറയുന്ന ആളുടെ വാല്യൂ എന്താ വരിക? അത് 100 ആണ്. n ഇസ് ഇക്വൽ ടു 100 ആണ് വരിക. കാരണം എന്താ? 100 ആണ് വരിക. 100 നാച്ചുറൽ നമ്പേഴ്സ് അവിടെ ഉണ്ട്. എന്നാൽ അതേ ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുകയാണ് 1 മുതൽ 100 വരെയുള്ള ഓഡ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്നിന് പകരം എന്നിന്, അതായത് n സ്ക്വയർ ആണുള്ള ഫോർമുല, അപ്പോൾ അവിടെ എന്നിന് 100 ആണ് ഇട്ട് കൊടുക്കേണ്ടത്. അല്ല, 1 മുതൽ 100 വരെ 100 നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്, പക്ഷേ 100 ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഇല്ല. ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് 50 ഉള്ളൂ അല്ലേ? 1 മുതൽ 100 വരെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 50 നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്, 50 ഓഡ് നമ്പേഴ്സ് ഉണ്ട്, 50 ഈവൻ നമ്പേഴ്സ് ഉണ്ട്. ടോട്ടൽ 100നെ 50 ആയിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ ഇവിടെ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ മെനി നമ്പേഴ്സ്, എത്ര നമ്പേഴ്സ് ഉണ്ട്, അത് ആ നമ്പറിനെയാണ് n കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഓഡ് നാച്ചുറൽ നമ്പർ ആകുമ്പോഴും ഈവൻ നാച്ചുറൽ നമ്പർ ആകുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 1 മുതൽ 100 വരെ എന്ന് പറയുമ്പോൾ ടോട്ടൽ നാച്ചുറൽ നമ്പേഴ്സ് 100 ഉണ്ടെങ്കിലും ഓടും ഈവൻ എടുക്കുമ്പോൾ അത്ര ഉണ്ടാവില്ല. അത് ഏത് കേസിലാണെങ്കിലും, ഇനി വേറെ കേസുകളിലാണെങ്കിലൊക്കെ അത് തന്നെയാണ്. അപ്പോൾ ഓഡ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് കാണണമെങ്കിലുള്ള ഫോർമുല n സ്ക്വയർ ആണ്. ഈവൻ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് കാണുക ഫസ്റ്റ് n ഈവൻ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് കാണാനുള്ള ഫോർമുല n ഇൻറ്റു n പ്ലസ് 1 ആണ്. അതിനെ നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്തതാണിത്. 2r മൈനസ് 1 എന്ന് കൊടുക്കാൻ കാരണം എന്താ വെച്ചാൽ ഒരു കോമൺ ആയിട്ട് ഒരു ഓഡ് നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഫോർമാറ്റ് ആണത്. നിങ്ങൾ മുന്നേയും വേറെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. 2r എന്നുള്ളത് ഒരു കോമൺ ആയിട്ട് ഒരു ഈവൻ നാച്ചുറൽ നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾ ഇതിൽ r-ന് 1 2 3 4 കൊടുത്തു നോക്ക്, നിങ്ങൾക്ക് ഓരോരോ ഓഡ് നമ്പേഴ്സ് കിട്ടും. ഇവിടെ r-ന് 1 2 3 4 കൊടുത്തു കഴിഞ്ഞാൽ ഓരോരോ ഈവൻ നമ്പേഴ്സ് കിട്ടും. ദാറ്റ്സ് ഇറ്റ്. റെഡി അല്ലേ? യെസ്. ഇനി അടുത്തത് ഇഫ് nth ടേം ഓഫ് എ സീക്വൻസ് ഈസ് ഗിവൺ ബൈ tn ഇസ് ഇക്വൽ ടു an³ പ്ലസ് bn സ്ക്വയർ പ്ലസ് cn പ്ലസ് d വേർ a b c d ആർ കോൺസ്റ്റൻസ് ദെൻ സം ഓഫ് n ടേംസ് എന്ന് പറയുമ്പോൾ എന്താണ്? Sn എന്താണ്? സിഗ്മ tn ആണ് അല്ലേ? അല്ലെങ്കിൽ സമ്മേഷൻ ഓഫ് tn ആണ്. സിഗ്മ tn എന്ന് പറയുമ്പോൾ ഇവിടെ ആരൊക്കെയാണ് വരിക? ജസ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കുക. ഇവിടെ tn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേമിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഫോർമാറ്റ് ഇവിടെ കൊടുത്തത് എന്താണ്? an³ പ്ലസ് bn സ്ക്വയർ പ്ലസ് cn പ്ലസ് d. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, ഇങ്ങനെ ഇതിനകത്ത് പ്ലസ്സോ മൈനസോ ഒക്കെ വെച്ച് കണക്ട് ചെയ്ത് വരികയാണെങ്കിൽ, പ്ലസ് വരികയാണെങ്കിൽ ഇവിടെ പ്ലസ്, മൈനസ് വരികയാണെങ്കിൽ മൈനസ്, അത്രേ ഉള്ളൂ. ഇങ്ങനെ കണക്ട് ചെയ്ത് വരികയാണെങ്കിൽ അവരെ സമ്മേഷൻ ഓരോരുത്തർക്കും ഇൻഡിവിജ്വലി കൊടുക്കാൻ പറ്റും നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദാറ്റ്സ് ഈക്വൽ ടു സിഗ്മ an സ്ക്വയർ പ്ലസ് an³ പ്ലസ് സിഗ്മ bn സ്ക്വയർ പ്ലസ് സിഗ്മ cn പ്ലസ് സിഗ്മ d എന്ന് വരും. ഇനിയോ ഈ അടുത്ത പ്രോപ്പർട്ടി നമ്മളിവിടെ പഠിച്ച അടുത്ത പ്രോപ്പർട്ടി എന്താണ്? ഇവിടെ k ഇൻറ്റു ഒരു എക്സ്പ്രഷൻ വരികയാണെങ്കിൽ ആ കോൺസ്റ്റൻറ്റിനെ പുറത്തോട്ട് എടുക്കാം. ഇവിടെയുള്ള a b c d ഒക്കെ കോൺസ്റ്റൻസാണ്. അപ്പോൾ an³ എന്നുള്ളതിൽ എനിക്ക് പുറത്തോട്ട് എടുക്കാം? a പുറത്തോട്ട് എടുക്കാം. ബാക്കി ആരുണ്ടാവുക? സിഗ്മ n³ മാത്രം. പ്ലസ് bn സ്ക്വയറിന് b പുറത്തോട്ട് എടുക്കാം. ബാക്കി ആരുണ്ടാവുക? n സ്ക്വയർ മാത്രം. cn നിന്ന് c പുറത്തോട്ട് എടുക്കാം. ബാക്കി സിഗ്മ n മാത്രം.
പ്ലസ് അടുത്തത് സിഗ്മ ഡി ആണ്. അതായത് ഒരു കോൺസ്റ്റന്റ് നമ്പർ മാത്രമാണ്, അവിടെയാണ് നമ്മൾ തേർഡ് പ്രോപ്പർട്ടി വരുന്നത്. സിഗ്മ ഇതിനകത്ത് ഒരു കോൺസ്റ്റന്റ് മാത്രമാണെങ്കിൽ കെ ഇൻറ്റു എൻ ആണ്, കോൺസ്റ്റന്റ് ഇൻറ്റു എൻ ആണ് വരിക. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരിക, ആ കോൺസ്റ്റന്റ് എൻ എന്ന് പറയുമ്പം ഡി എൻ എന്ന് പറയാം. ഓക്കെ, ഡി എൻ. റെഡി അല്ലേ? അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങളെയും കണക്ട് ചെയ്യുന്ന ഒരു എക്സ്പ്രഷനാണ് കൊടുത്തത്. ഇത് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു എക്സ്പ്രഷൻ എ സിഗ്മ എൻ ക്യൂബ്, ബി സിഗ്മ എൻ സ്ക്വയർ, സി സിഗ്മ എൻ. ഇയാൾ സിഗ്മ ഡി എന്നുള്ള രീതി തന്നെയാണ് എഴുതിയത്, ഡി എൻ ആക്കി മാറ്റിയിട്ടില്ല എന്നേ ഉള്ളൂ, വേണമെങ്കിൽ മാറ്റാം. ക്ലിയർ അല്ലേ? നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എല്ലാത്തിനെയും കണക്ട് ചെയ്യുന്ന ഒരു എക്സ്പ്രഷൻ ഇവിടെ കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സമ്മേഷൻസ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് നമ്പേഴ്സിൻ്റെ സമ്മ് കാണാനുള്ള ഫോർമുല അറിഞ്ഞു കഴിഞ്ഞാൽ ഈസിലി ഡയറക്റ്റ്ലി ഉപയോഗിക്കാം. ഈ ഫോർമുലയൊക്കെ എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്ന അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ കേസിൽ വരുന്ന ജോമെട്രിക് പ്രോഗ്രഷൻ, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് പ്രോഗ്രഷൻസ് വരുമ്പോൾ ഉണ്ടാവുന്ന സമ്മിൻ്റെ ഫോർമുലയിൽ നിന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള ഫോർമുലാസ് ഉണ്ടാക്കിയെടുക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇത് നമുക്കൊന്ന് സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കാം. എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? സം അപ് ടു 16 ടേംസ് ഓഫ് ദ സീരീസ് 1 ക്യൂബ് ബൈ 1 പ്ലസ് 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് ബൈ 1 പ്ലസ് 3 പ്ലസ് 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് ബൈ 1 പ്ലസ് 3 പ്ലസ് 5, അങ്ങനെ 16 ടേംസിൻ്റെതാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഇയാളുടെ സം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതാ ഇങ്ങനെ എഴുതാൻ പറ്റും, സമ്മേഷൻ n is equal to 1 to 16 tn അല്ല, അതിൽ ഒരു ടേമിന് ടി എൻ എന്നാണെങ്കിൽ 1 to 16 അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് n എന്നുള്ളതിന് പകരം r is equal to 1 to 16 കൊടുത്തിട്ട് ടി ആർ എന്ന് വേണമെങ്കിൽ കൊടുക്കാം, കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, അങ്ങനെയൊക്കെ വേണമെങ്കിൽ കൊടുക്കാം, അതൊന്നും പ്രോബ്ലം ഇല്ല. ഓക്കെ, അപ്പോൾ എനിവേ ഇപ്പോൾ ഇവിടെ നിങ്ങൾ n-ന് 1 കൊടുക്കുകയാണെങ്കിൽ T1 വരും. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താ? T1 പ്ലസ് T2 പ്ലസ് T3 പ്ലസ് അപ് ടു 16th ടേം T6 വരെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് നമ്മൾ 16th ടേം വരെ എഴുതി നോക്കി ചെയ്യാന്നുള്ളത് എന്തല്ല, പോസിബിൾ അല്ല. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഇയാളുടെ ഒരു ജനറൽ ഫോർമാറ്റ് എന്താണെന്ന് നോക്കുക. ഓക്കെ, ഒരു nth ടേം എന്തായിട്ട് വരും? അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് nth ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Tn is equal to എന്തായിരിക്കും ന്യൂമറേറ്റർ വരിക? 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് അപ് ടു n ക്യൂബ് വരെ ഉണ്ടാവും അല്ലേ, അപ് ടു n ക്യൂബ് വരെ. താഴെ അതേപോലെ തന്നെ എന്തുണ്ടാവും? 1 പ്ലസ് 3 പ്ലസ് 5 പ്ലസ് ഇങ്ങനെ പോയിട്ട് n ടേംസ് അവിടെ ഉണ്ടാവും. n ടേംസ് ഞാൻ അത് രണ്ടും എഴുതിയതിൽ ഡിഫറൻസ് ശ്രദ്ധിക്കണം. ഇവിടെ ഞാൻ പ്രോപ്പറായിട്ട് n ക്യൂബ് എന്ന് കൊടുത്തു, പക്ഷെ താഴെ ഞാൻ n ടേംസ് എന്നേ കൊടുത്തിട്ടുള്ളൂ. എന്താ മീനിങ്? കാരണം എന്താ? കാരണം വളരെ സിമ്പിളാണ്. നിങ്ങൾ നോക്കിയേ, ഇതിൽ ഫസ്റ്റ് ടേമിൽ സിംഗിൾ ടേം ആണ് മുകളിലും താഴെയുള്ളത്, സെക്കൻഡിൽ 2 ടേംസ്, ഇവിടെയും തേർഡ് ടേം ആകുമ്പോൾ 3 ടേംസ്, 16th ടേം ആകുമ്പോൾ മുകളിലും താഴെയും 16 ആളുകൾ ഉണ്ടാവും. ഇനി nth ടേം ആണെങ്കിൽ മുകളിലും താഴെയും n ടേംസ് ഉണ്ടാവണം. അപ്പോൾ ഞാനിവിടെ 1 പ്ലസ് 3 പ്ലസ് 5 പ്ലസ് അപ് ടു n പ്ലസ് n എന്നുള്ള രീതി കൊടുക്കുകയാണെങ്കിൽ മീനിങ് മാറി. n വരെ എന്നുള്ളതല്ല മീനിങ്, ഇവിടെ താഴെ n ടേംസ് ഉണ്ടാവും, മുകളിലും n ടേംസ് ഉണ്ടാവും. മുകളിൽ പിന്നെ 1 2 3 കണ്ടിന്യൂസ് ആയതുകൊണ്ട് nth ടേം വരുമ്പോൾ n ക്യൂബ് ആയിട്ടാണ് വരിക. താഴെ ഓഡ് നമ്പേഴ്സ് ആണ്, അതാണ് ഡിഫറൻസ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ n ടേംസ് കൊടുത്തത്. റെഡി അല്ലേ? അത് nth ടേമിൻ്റെ ആ ഒരു ഫോർമാറ്റ് അവിടെ കൊടുക്കണേ കൊടുക്കാം, 2n-1 എന്നുള്ള രീതിയിലോ 2n+1 അങ്ങനത്തെ രീതിയിലൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യുക, കൊടുക്കാം. അതിന് കുഴപ്പമൊന്നുമില്ല. 2n-1 എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ലാസ്റ്റ് ടേം കൊടുക്കാം. ഓക്കെ, എനിവേ n ടേംസ് ഉണ്ടാവും. ഇനി അത് എന്താണെന്നുള്ളതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, അതിൻ്റെ അടുത്ത കോൺസെപ്റ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമുക്ക് അറിയുന്നൊരു കാര്യമുണ്ട്, എന്താണത്? ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ക്യൂബിൻ്റെ സമ്മ് കാണാനുള്ള ഫോർമുല ഞാൻ നേരത്തെ പറഞ്ഞു, n ഇൻറ്റു n+1/2 ഓൾ സ്ക്വയർ, അല്ലെങ്കിൽ n സ്ക്വയർ ഇൻറ്റു n+1 ഓൾ സ്ക്വയർ ഡിവൈഡ് ബൈ 4. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ഫോർമുല, ഈ ഫോർമുല ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത ഫോർമുല അല്ലേ. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? ക്യൂബുകൾ ഫസ്റ്റ് ന്യൂമറേറ്ററുള്ള ക്യൂബുകളുടെ ആ സമ്മ് എന്ന് പറഞ്ഞാൽ n സ്ക്വയർ ഇൻറ്റു n+1 ഓൾ സ്ക്വയർ ഡിവൈഡ് ബൈ 4 ഓൾ ഡിവൈഡ് ബൈ. ഇനി താഴെയുള്ള എന്താണ്? ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മല്ലേ, ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മ് n സ്ക്വയർ ആണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മ് n സ്ക്വയർ ആണ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? ഡിനോമിനേറ്റർ n സ്ക്വയർ കൊടുക്കാം. സോ ദാറ്റ്സ് ഈക്വൽ ടു എന്ത് സംഭവിക്കും? n സ്ക്വയർ ഇൻറ്റു n+1 ഓൾ സ്ക്വയർ ഡിവൈഡ് ബൈ 4 ഇൻറ്റു n സ്ക്വയർ. കാരണം ഈ ഡിവിഷനിലുള്ള ഈ n സ്ക്വയർ ഇയാളുടെ കൂടെ വരും, 4n സ്ക്വയർ എന്നായിട്ട് മാറും. n സ്ക്വയർ കട്ട് ചെയ്തൂടെ അല്ലേ? n സ്ക്വയർ കട്ട് ചെയ്യാം, ബാക്കി ആരുണ്ടാവുക? n+1 ഓൾ സ്ക്വയർ ബൈ 4 എന്ന് വരും. ബാക്കി എന്താ ഉണ്ടാവുക? n+1 ഓൾ സ്ക്വയർ ബൈ 4 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ T1 എന്ത് വരും? Tn എന്ന് പറഞ്ഞാൽ n+1 ഓൾ സ്ക്വയർ ബൈ 4 ആ. അപ്പോൾ T1 എന്ന് പറഞ്ഞാൽ 1+1 ഓൾ സ്ക്വയർ ബൈ 4, 1+1 2 ആണ്, 2 സ്ക്വയർ 4, 4/4 അഥവാ 1 എന്ന് വരും. ഓക്കെ, അത് തന്നെ നിൽക്കട്ടെ, 4/4 നിൽക്കട്ടെ. T2 എന്ത് വരും? T2 2+1 3 സ്ക്വയർ 9/4 എന്ന് വരും അല്ലേ. T3 എന്ത് വരും? 3+1 4 അപ്പോൾ 4 സ്ക്വയർ 16/4 എന്ന് വരും അല്ലേ. ഇങ്ങനെ അത് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും Tn നമുക്ക് കിട്ടി n+1 ഓൾ സ്ക്വയർ ബൈ 4 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണേണ്ട സമ്മേഷൻ സിഗ്മ
n is equal to 1 to 16 tn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് t1 പ്ലസ് t2 പ്ലസ് t3 പ്ലസ് അപ് ടു t16 ആണ് നമുക്ക് കാണുന്നത്. സോ t1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4/4 ആണ്, അഥവാ 2^4 ആണ്, 2^4 ആണ്. പ്ലസ് t2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക 3^4 ആണ്. കാരണം എന്താ t2 എന്ന് പറയുമ്പോൾ n-ന് 2 ഇട്ട് കൊടുക്കുകയാണ്, അപ്പോൾ 2 + 1 3, അപ്പോൾ 3^4 എന്ന് വരും. അടുത്തത് t3 ആണെങ്കിലോ n എന്ന് പറഞ്ഞാൽ 3 ആണ്, അപ്പോൾ 3 + 1 4, അപ്പോൾ 4^4 എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. ഒന്നുമില്ല, ഇവിടെ എഴുതിയ സംഭവം തന്നെ ഈ 4^4 16/4 എഴുതിയത്, 3^4 9/4 എഴുതിയത്. ഞാൻ ഒരു ഫോർമാറ്റിൽ എഴുതുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ലാസ്റ്റ് പോയി ലാസ്റ്റ് ഉണ്ടാവുന്ന ആരായിരിക്കും 16, t16 വരുമ്പോൾ n 16 അല്ലേ, n 16 ആകുമ്പോൾ 16 + 1 17, അപ്പോൾ 17^4 എന്ന് വരും, 17^4. നിങ്ങൾ നോക്കി എല്ലാവരും ഡിനോമിനേറ്റർ സെയിം അല്ലേ, അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഡിനോമിനേറ്ററിനെ കോമൺ ആയിട്ട് 4 കൊടുത്തു കഴിഞ്ഞാൽ ന്യൂമറേറ്റർ എന്ത് വരും 2² + 3² + 4² + up to 17². ക്ലിയർ അല്ലേ, ഇതുവരെ ഓക്കെ അല്ലേ? ഞാൻ അടുത്തൊരു പേജിലോട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ 4 ഡിനോമിനേറ്ററിൽ, ബാക്കിയുള്ളത് 2² plus 3² plus 4² plus up to 17². ഓക്കെ, ഇനി നമുക്കറിയുന്ന അടുത്തൊരു ഫോർമുലയുണ്ട്. എന്താണ്? സം ഓഫ് ഫസ്റ്റ് n ഈവൻ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ്. അത് സ്ക്വയേഴ്സ് കണ്ടിട്ട് അവരെ സം ചെയ്യുക. അതാണ് നമ്മൾ നേരത്തെ കണ്ടത് അല്ലേ. ഇവിടെ നിങ്ങൾ നമ്മളൊരു ഫോർമുല പഠിച്ചിരുന്നല്ലോ, സ്ക്വയറിൻ്റെ ഫോർമുലയുടെ. യെസ്, ഇവിടെ ഈ ഫോർമുല. അതായത് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയറുകളുടെ സമ്മ്, ഓരോന്ന് സ്ക്വയർ കാണാൻ സമ്മ് കണ്ടാലുള്ള ഇക്വേഷൻ എന്താ n × n + 1 × 2n + 1/6 ആണ്. ഈ ഒരു ഫോർമുല n × n + 1 × 2n + 1/6. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ നമുക്ക് ഇങ്ങനെ സ്ക്വയേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് അപ് ടു 17 വരെ. പക്ഷേ ഒരു പ്രോബ്ലം ഉണ്ട്, ഇത് നമ്മൾ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് ആണ്, 1² ഇവിടെ ഇല്ല. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് 1² ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു, ആ 1² ഇവിടെ സബ്ട്രാക്ട് ചെയ്ത് കൊടുക്കുന്നു, കുഴപ്പമില്ലല്ലോ. ഇപ്പോൾ എന്തായി മാറി, ഇത്രയും ആളുകൾ ഫസ്റ്റ് 17 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയറുകളുടെ സമ്മായിട്ട് മാറി. അയാൾ എനിക്ക് എന്ത് ഫോർമുല യൂസ് ചെയ്യാം? നേരത്തെ പറഞ്ഞ n × n + 1 × 2n + 1 / 6 എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്യാം. ഇവിടെ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ 17 ടേംസ് ആണ്, 17 ടേംസ്. 16 ആൾക്കാരാണ് കാണാൻ പറഞ്ഞത്, പക്ഷേ t16 കാണുമ്പോഴാണ് ഓട്ടോമാറ്റിക്കലി ഇവിടെ 17 വരുന്നത്. 17 ടേംസിൻ്റെ സ്ക്വയറുകളുടെ സം അപ്പോൾ എന്തായിരിക്കും വരിക, n ന് 17 കൊടുക്കുക, അപ്പോൾ 17 × n + 1, 17 + 1 18 × 2n + 1 2 × 17 + 1, n 70 ഇട്ട് കൊടുക്കുക, അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ 2 × 17 34, 34 + 1 35 /6 ഉണ്ട്. ഇനി ആരുണ്ട്, ഇത്രയും ആളുകളുടെ സമ്മിൻ്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടത്. ഇനി -1 ഉണ്ട്, -1 all divided by 4. ഇതിൻ്റെ ആൻസർ നിങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഫൈനൽ ആൻസറിലോട്ട് നമ്മൾ എത്തി. ഓക്കെ, അത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ വരിക? ഇത് ജസ്റ്റ് നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ സിംപ്ലിഫൈ ചെയ്തിട്ട് ബാക്കിയുള്ള ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. സോ ഇവിടെ 6 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 18-ൽ 2 വെച്ച് കട്ട് ചെയ്യാൻ 9 ആണ്, ഇയാൾ വെച്ച് കഴിഞ്ഞാൽ 3 ആണ്. സോ 3-ഉം 18/6 ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 കിട്ടും. സോ ബാക്കി ഉണ്ടാവുക 70 × 3 × 35 - 1 / 4 എന്നുള്ളതാണ്. 70 × 3 3 × 7 21 2 5 51. ആ 51-നെ 35 വെച്ചിട്ട് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ 5 25 3 15. സോ 5 8 7 1 1785. ആ 1785 എന്നാണ് -1 പോകേണ്ടത്. സോ 1784 / 4 എന്നുള്ളതായിരിക്കും വരിക. നിങ്ങൾ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടൊന്ന് ചെയ്ത് നോക്കിയാൽ മതി, കാൽക്കുലേഷൻസ് സിമ്പിളാണ്. / 4 വരുന്ന സമയത്ത് 17-ൽ 4 ടൈംസ് 16 1 18 4 ടൈംസ് 16 2 4 6 ടൈംസ് 24 0 0. So the final answer will be 446. അപ്പോൾ ഇതിൽ നമ്മൾ 3 ഫോർമുലാസ് ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്ന് ക്യൂബ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ്, ഓരോന്നിൻ്റെ ക്യൂബ്, അതായത് ഓരോ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ക്യൂബുകളുടെ സമ്മ് കാണുന്നു. ഓക്കെ, ക്യൂബ്സ് ഓഫ് ഫസ്റ്റ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് എന്നുള്ളതല്ല, ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ക്യൂബ്സിൻ്റെ സമ്മ്, ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സമ്മ്, ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ്, ഫസ്റ്റ് n ഓഡ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ്, ഫസ്റ്റ് n ഈവൻ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ്. ഈ സംഭവങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം എന്ത് ചെയ്യാൻ പറ്റും, സിംപ്ലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് എന്ത് ചെയ്യണം, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അടുത്തൊരു ടോപ്പിക്കിലോട്ട് നമുക്ക് അടുക്കാം. അടുത്തൊരു ടോപ്പിക്ക് പറയുന്നത് മെത്തേഡ്സ് ഓഫ് ഡിഫറൻസ് എന്നുള്ളതാണ്. ഓക്കെ, മെത്തേഡ്സ് ഓഫ് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
sometimes the nth term of a sequence or a series cannot be determined by the method we have discussed earlier. അതായത് നിങ്ങൾ മുന്നേ സീക്വൻസ് ആൻഡ് സീരീസിൻ്റെ മുന്നേയുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. nth ടേം കണ്ടുപിടിക്കാൻ നിങ്ങൾ പല ടെക്നിക്കുകൾ പഠിച്ചിട്ടുണ്ടാവും, പല ടേംസിൻ്റെ പല സീരീസിൻ്റെയും പല സീക്വൻസിൻ്റെയും nth ടേം കണ്ടുപിടിക്കാൻ. ബട്ട് സംടൈംസ് നമുക്കത് ആ മെത്തേഡ്സ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പോസിബിൾ ആയിക്കോളുന്നില്ല. അങ്ങനെയുള്ള കേസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് നമ്മളിവിടെ പറയുന്നത്. സോ വി കമ്പ്യൂട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സക്സസീവ് ടേംസ് ഓഫ് ഗിവൺ സീക്വൻസ്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അടുത്തടുത്ത ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് വെച്ചിട്ട് അടുത്തൊരു സീക്വൻസ് ഉണ്ടാക്കും. എന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇഫ് T1, T2, T3 up to Tn are the terms of a sequence, then sometimes the terms T2 minus T1, T3 minus T2, etc. constitute an AP or GP. ഓക്കെ, അതായത് നമുക്ക് ഒരു സീക്വൻസ് ഉണ്ട്, ആ സീക്വൻസിൽ വരുന്ന ടേംസ് ആണ് ഇവർ കൊടുത്തിട്ടുള്ളത്. അതിന് ഫസ്റ്റ് പറയുന്ന കാര്യം അതാണ്, വി കമ്പ്യൂട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സക്സസീവ് ടേംസ്. അടുത്തടുത്ത ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ അടുത്തൊരു സീക്വൻസ് ഉണ്ടാക്കാൻ നോക്കുവാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു സീക്വൻസ് കിട്ടി, അത് AP ആണോ GP ആണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള എവിഡൻസ് ഇല്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ടേം കണ്ടുപിടിക്കാനുള്ള പോസിബിലിറ്റി അവിടെ മനസ്സിലാവുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, അടുത്തടുത്തുള്ള കോൺസിക്യൂട്ടീവ് ആയുള്ള ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് കാണുന്നു. ആ ഡിഫറൻസ് കണ്ടു കഴിയുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ T1, T2, T3 എന്നുള്ളതാണ് അവിടുത്തെ ടേംസ് എങ്കിൽ അവർ തമ്മിലുള്ള ഡിഫറൻസ് T2 മൈനസ് T1, T3 മൈനസ് T2, അടുത്തത് ആ വരും T4 മൈനസ് T3, അടുത്ത T5 മൈനസ് T4, ഇങ്ങനെ അടുത്തടുത്ത ടേംസ് വരും. അങ്ങനെ നമ്മൾ ആ ഒരു ഡിഫറൻസ് യൂസ് ചെയ്തൊരു സീക്വൻസ് ഉണ്ടാക്കുമ്പോൾ അതൊരു APയോ GPയോ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, APയോ GP ആവാനുള്ള പോസിബിലിറ്റി. എന്നിട്ട് എന്താ പറയുന്നത്, nth term of the series determined and the sum to n terms of the sequence can easily be obtained. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ nth ടേം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സം ടു n ടേംസും അത് വെച്ചിട്ട് നമുക്ക് ഈസിലി കണ്ടുപിടിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എന്താണെന്നൊക്കെ നമ്മൾ ഒരു ഒന്ന് രണ്ട് കേസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ഒരു ഐഡിയ കിട്ടും. ഓക്കെ, കുറച്ചും കൂടെ കേസുകൾ നമ്മൾ ക്വസ്റ്റ്യൻസും ചെയ്യും, അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ഐഡിയ കിട്ടും. അതിൽ വരുന്ന രണ്ട് കേസുകൾ ഇവിടെ പറയുകയാണ്. ഫസ്റ്റ് കേസ് പറയുന്നത്, ഇഫ് ദ ഡിഫറൻറ്റ് സീരീസ് ആർ ഇൻ AP. ഓക്കെ, അതായത് നിങ്ങൾക്കൊരു ഒരു സീക്വൻസ് ഉണ്ട്, ആ സീക്വൻസിലെ കോൺസിക്യൂട്ടീവ് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിച്ചു, അങ്ങനെയുള്ളത് ഒരു സീക്വൻസായി എഴുതിയപ്പോൾ അതൊരു AP ആയിട്ട് മാറി എങ്കിൽ ലെറ്റ് Tn is equal to an square plus bn plus c where a, b, c are constant. അങ്ങനെയാണെങ്കിൽ ഇതിലുള്ള ഒരു ജനറൽ ടേമിനെ നമുക്ക് ഇങ്ങനെയുള്ളൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോർമാറ്റിലായിരിക്കും കിട്ടുന്നത്. ഓക്കെ, പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും. ഓക്കെ, അതായത് നിങ്ങൾ ഫസ്റ്റ് ഡിഫറൻസ് കണ്ടിട്ടുള്ള സീക്വൻസ് എഴുതി അതൊരു AP ആയി മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒറിജിനൽ സീക്വൻസിലുള്ള ഒരു ജനറൽ ടേം എന്ന് പറഞ്ഞാൽ an square plus bn plus c എന്നുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോർമാറ്റിലായിരിക്കും a, b, c കോൺസ്റ്റൻറ്റ്. ഇനി ഇഫ് ദ ഡിഫറൻസ് ഓഫ് ഡിഫറൻറ്റ് സീരീസ് ആർ ഇൻ AP എന്ന് വെച്ചാൽ നിങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്തു, കോൺസ്റ്റിറ്റ്യൂട്ടീവ് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടിട്ടൊരു സീക്വൻസ് എഴുതി, പക്ഷേ ആ സീക്വൻസ് ഒരു APയോ GPയോ ഒന്നും മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ആയിട്ടുള്ള സ്പെഷ്യാലിറ്റി ഇല്ല. വീണ്ടും ആ പ്രോസസ്സ് എന്ത് ചെയ്യുക, ഈ ഒരു സീക്വൻസിന് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. അതായത് ഇതിലുള്ള കോൺസിക്യൂട്ടീവ് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് വെച്ചിട്ട് അടുത്തൊരു സീക്വൻസ് എഴുതുക. അതാണ് ഇവിടെ പറയുന്നത് ഡിഫറൻസ് ഓഫ് ഡിഫറൻറ്റ് സീരീസ്. അതായത് ഫസ്റ്റ് ഈ ഒരു സീരീസിൻ്റെ ഈ ഒരു സീക്വൻസിൻ്റെ ഡിഫറൻസ് കണ്ടിട്ടാണ് ഫസ്റ്റ് ഇയാൾ ഉണ്ടാക്കിയത്, അയാളിൽ വീണ്ടും ഡിഫറൻസ് അപ്ലൈ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഡിഫറൻസ് ഓഫ് ഡിഫറൻസ് എന്ന് പറയാൻ കാരണം. മനസ്സിലായോ? അപ്പോൾ ആദ്യം തന്നെ ഡിഫറൻസ് അപ്ലൈ ചെയ്തു, പക്ഷെ നമുക്ക് APയോ GPയോ കിട്ടുന്നില്ല. എഗെയിൻ വീണ്ടും ആ പ്രസ് ഒന്നുകൂടി അപ്ലൈ ചെയ്യുന്നു. ആർക്ക്, സെക്കൻഡ് കിട്ടിയ ആൾക്ക് ഒന്നും കൂടെ നമ്മൾ ആ സെക്കൻഡ് കിട്ടിയ ആളുടെ കോൺസിക്യൂട്ടീവ് ടേംസ് നമ്മളെ ഡിഫറൻസ് വെച്ചിട്ട് അടുത്തൊന്നും കൂടെ ചെയ്യുന്നു. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് AP കിട്ടിയെന്ന് വിചാരിക്കാം. ഓക്കെ, അതായത് ഡിഫറൻസ് ഓഫ് ഡിഫറൻറ്റ് സീരീസ് ചെയ്തപ്പോൾ AP കിട്ടിയെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ആ ഒരു ഇനീഷ്യലി തന്നിട്ടുള്ള ആ ഒരു സീക്വൻസിലെ ജനറൽ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ an³ + bn² + cn + d ആയിരിക്കും. അതായത് ക്യൂബിക് ഇക്വേഷൻ ആയിരിക്കും വരിക. റെഡി അല്ലേ? ഇനി ഡിറ്റർമിൻ കോൺസ്റ്റന്റ് ബൈ പുട്ടിംഗ് n is equal to 1, 2, 3 up to n and putting the value T1, T2, T3 and the sum of series Sn is equal to sigma Tn. ഈ കാര്യം ഇതെന്താ സിമ്പിളാണ്, പക്ഷേ അത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും. അതായത് വൺസ് നിങ്ങൾക്ക് ഈ ഒരു ഫോർമാറ്റ് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ചെയ്യാൻ പറ്റുന്ന ഐഡിയ വളരെ സിമ്പിളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് ഡിഫറൻസ് കണ്ടപ്പോൾ തന്നെ AP കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് T1 എന്തായിരിക്കും വരിക? ഇപ്പോൾ Tn ആണല്ലോ an² + bn + c. അപ്പോൾ T1 എന്തായിട്ട് മാറും? a × n² 1² a തന്നെയാണ്, പ്ലസ് b × n, b × 1 b വരും, പ്ലസ് c എന്ന് വരും. ഇനി T2 ആണെങ്കിലോ n 2 കൊടുക്കുമ്പോൾ അപ്പോൾ എന്ത് വരും? n² 4 ആണ്, അപ്പോൾ 4a + 2b + c എന്ന് വരും. T3 ആണെങ്കിലോ 3 വരുന്ന സമയത്ത് 3² 9a + 3b + c എന്ന് വരും. ഓക്കെ, ഇതിൽ ഓരോന്നിൻ്റെയും വാല്യൂസ് T1ൻ്റെയും T2ൻ്റെയും T3യുടെയും വാല്യൂസ് നമുക്ക് അറിയാം. കാരണം എന്താ, നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സീക്വൻസ് തന്നിട്ടുണ്ട്, പക്ഷെ അത് നോക്കുന്ന സമയത്ത് APയോ GPയോ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഡിഫറൻസിലോട്ട് പോയത്. അപ്പോൾ നിങ്ങൾക്ക് T1ൻ്റെ വാല്യൂ, T2ൻ്റെ വാല്യൂ, T3യുടെ വാല്യൂ അറിയാം. അപ്പോൾ ഈ 3 വാല്യൂസ് നിങ്ങൾക്ക് അറിയാം.
അപ്പോൾ നിങ്ങൾ നോക്കിയേ എ ബി സി എന്ന് പറയുന്ന 3 അൺനോൺ വാല്യൂസ് അവിടെ ഉണ്ട്. അത് യൂസ് ചെയ്തുകൊണ്ടുള്ള 3 ഇക്വേഷൻസ് ഉണ്ട്. ഈ വാല്യൂസ് നിങ്ങൾക്ക് അറിയാം. ഈ ഇക്വേഷൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അവിടെയുള്ള എയുടെ വാല്യൂ, ബിയുടെ വാല്യൂ, സിയുടെ വാല്യൂ കിട്ടും. എ ബി സിയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജനറൽ ടേം കിട്ടി. മനസ്സിലായോ? അതാണ് ഇവിടെ പറയുന്നത് ഡിറ്റർമിൻ കോൺസ്റ്റന്റ്. അതായത് ഇതിനകത്തുള്ള എ ബി സി ഡിറ്റർമിൻ ചെയ്യാൻ ബൈ പുട്ടിങ് n = 1 2 3 up to n. അതായത് നിങ്ങൾക്ക് 3 വേരിയബിൾസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അവിടെ നിങ്ങൾക്ക് മിനിമം 3 ഇക്വേഷൻസ് വേണം. 4 വേരിയബിൾസ് ഉണ്ടെങ്കിൽ 4 ഇക്വേഷൻ, 5 വേരിയബിൾസ് ഉണ്ടെങ്കിൽ 5 ഇക്വേഷൻ. അപ്പോൾ നിങ്ങൾ ഓരോരോ വാല്യൂസ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയുള്ള ഇക്വേഷൻസ് കിട്ടും. എന്നിട്ട് സോൾവ് ചെയ്താൽ മതി. ആൻഡ് പുട്ടിങ് ദ വാല്യൂ ഓഫ് T1 T2 T3 അല്ലേ, അതിന് ഇക്വേറ്റ് ചെയ്യുന്ന T1 T2 T3ൻ്റെ വാല്യൂസ് കൂടി കൊടുക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറസ്പോണ്ടിങ് ആയിട്ടുള്ള എ ബി സിയെ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഏത് എ ബി സി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ടേം വേണമെങ്കിലും അതിലോട്ട് അപ്ലൈ ചെയ്താൽ മതി. ഇനി അത് ഇതുപോലെ ക്യൂബിക് ഇക്വേഷൻ ആണെങ്കിലും അതുപോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ 1 2 3 4 എ ബി സി ഡി 4 വേരിയബിൾസ് ഉണ്ട്. അതായത് 4 കോൺസ്റ്റൻസ് ആണ്, പക്ഷേ 4 അൺനോൺ ആയിട്ടുള്ള വാല്യൂസ് ആണ് അവരവിടെ ഉണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ 4 ഇക്വേഷൻസ് ഉണ്ടാക്കിയിട്ട് ചെയ്യാൻ പറ്റും. അത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ഒരു ഐഡിയ ക്ലിയർ ആയിട്ട് വരും. ഓക്കെ, സോ ഇത് റെഡി ആണെന്ന് വിചാരിക്കുന്നു. ഇനി അതിലുള്ള കേസ് 2 നമ്മൾ പോവാണ്. അതായത് നമ്മൾ ഫസ്റ്റ് ഒരു സീക്വൻസ് കിട്ടി, അതിലുള്ള കോൺസിക്യൂട്ടീവ് ടേംസിൻ്റെ ഡിഫറൻസ് വെച്ചിട്ട് അടുത്തൊരു സീക്വൻസ് എഴുതി, അത് എ പി ആയാലുള്ള കേസാണ് ഫസ്റ്റ് പറഞ്ഞത്. അത് ജി പി ആണെങ്കിലോ അതോടെ പറയുന്നുണ്ട്, ഇഫ് ദ ഡിഫറൻസ് ആർ ഇൻ ജി പി ദെൻ ദ ജനറൽ ടേം ടി എൻ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ആർ റേസ് ടു എൻ പ്ലസ് ബി വേർ ആർ ഇസ് കോമൺ റേഷ്യോ ആൻഡ് എ ബി ആർ കോൺസ്റ്റൻറ്റ്. ജി പിയിലാണെങ്കിൽ അതിൻ്റെ ജനറൽ ടേമിൻ്റെ ഫോർമാറ്റ് ഇതായിരിക്കും. ഇനി ഡിഫറൻസ് കണ്ട സമയത്ത് നമുക്ക് ജി പി ആയില്ല. ഡിഫറൻസ് കണ്ടപ്പോൾ വീണ്ടും അത് ചെയ്തപ്പോൾ ജി പി ആയെങ്കിൽ ടി എൻ എന്തായിരിക്കും, എ ആർ റേസ് ടു എൻ പ്ലസ് ബി എൻ പ്ലസ് സി ആയിരിക്കും. ആർ കോമൺ റേഷ്യോ ആണ്, എ ബി സി ആർ കോൺസ്റ്റൻ്റ് ആണ്. ഇത് കിട്ടിക്കഴിഞ്ഞാലും നേരത്തെ പറഞ്ഞ സെയിം പ്രൊസീജിയറിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതായത് ജനറൽ ടേം ഏതാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ എന്നിന് 1 2 3 4 നിങ്ങളുടെ ഡിഫറെൻറ്റ് വാല്യൂസ് ഇട്ട് കൊടുക്കുക. കറസ്പോണ്ടിങ് ആയിട്ടുള്ള T1 T2 T3 ആയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഇക്വേറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെയുള്ള T1 T2 T3 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെയുള്ള ബാക്കിയുള്ള അൺനോൺ ആയിട്ടുള്ള വാല്യൂസ് കിട്ടും. അത് വെച്ചിട്ട് കൺഫേം ആക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ എന്ത് ചെയ്യും, ഈ ഒരു ഐഡിയ ക്ലാരിറ്റി കിട്ടും. ഫൈൻഡ് ദ സം ഓഫ് n ടേംസ് ഓഫ് ദ സീരീസ്. ഓക്കെ, ഇയാളുടെ n ടേംസ് ഓഫ് ദ സീരീസ് കാണണം, സം കാണണം. 1 + 4 + 10 + 22 1 4 10 22. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ എന്തെങ്കിലും പ്രോപ്പർട്ടീസും കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ജോമെട്രിക് പ്രോഗ്രഷൻ്റെ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് നോക്കുക, ഒന്ന് ഡിഫറൻസ് സീരീസ് കണ്ടു നോക്കുക. ഓക്കെ, ഡിഫറൻസ് വെച്ചിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ഡിഫറൻസ്, ഓക്കെ, ഡിഫറൻസ് എന്താണ്? ഫസ്റ്റ് 1 ഉം 4 ഉം 4 - 1 എന്താ വരിക? 4 - 1 ആണ് എൻ്റെ ഫസ്റ്റ് ടേം. അടുത്ത് 10 - 4 ആണ് അടുത്ത ടേം. അടുത്ത് 22 - 10 ആണ് അടുത്ത ടേം. ഇങ്ങനെയാണ് അടുത്ത ടേംസ് വരുന്നത്. കാരണം നമുക്ക് തന്നിട്ടുള്ള സീക്വൻസ് 1 4 10 22 ഇങ്ങനെയാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നത്? 4 - 1 3 ആണ്, 10 - 4 6 ആണ്, 22 - 10 12 ആണ്. ഇങ്ങനെയാണ് പോകുന്നത്. ഇത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സീക്വൻസോ സീരീസോ ആയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇറ്റ്സ് എ ജി പി. ഇതൊരു ജോമെട്രിക് പ്രോഗ്രഷൻ അല്ലേ? കാരണം എന്താ, 3 × 2 6 ആണ്, 6 × 2 12 ആണ്. അപ്പോൾ അവിടെ കോമൺ റേഷ്യോ ആയിട്ട് വരുന്ന ആരാണ്? 2 ആണ്. ഫസ്റ്റ് ടേം ആരാണ്? അവിടുത്തെ 3 ആണ്. അങ്ങനെ ജി പി ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിഫറൻസ് കണ്ട സമയത്ത് ജി പി ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്തുള്ള T1, ഇതിനകത്ത് ഞാൻ ജസ്റ്റ് ഇത് ഒന്നുകൂടെ ഇങ്ങനെ എഴുതാം. 1 4 10 22 ഇങ്ങനെയാണ് പോകുന്നത്. ഇതാണ് T1, ഇതാണ് T2, ഇത് T3, ഇത് T4, അങ്ങനെ പോയിട്ട് അവസാനം n ടേം എന്ന് പറയുമ്പോൾ TN ഉണ്ടാവും അല്ലേ? അങ്ങനെ എനിക്ക് ആ TNൻ്റെ ഫോർമാറ്റ് എന്തായിരിക്കും എന്നുള്ളതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. ജി പി ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഡിഫറൻസ് കാണുന്ന സമയത്ത് ജി പി ആയി കഴിഞ്ഞാൽ ജനറൽ ടേം എ ആർ റേസ് ടു എൻ പ്ലസ് ബി ആണ്. എ ആർ റേസ് ടു എൻ പ്ലസ് ബി നേരത്തെ പറഞ്ഞ സമയത്ത് ഫുൾ ക്ലിയർ ആവാത്ത ആളുകൾക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോൾ ഫുൾ ക്ലിയർ ആവും. ശ്രദ്ധിച്ചിരിക്കുക, എ ആർ റേസ് ടു എൻ പ്ലസ് ബി ആണ്. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ ഇവിടെ ജസ്റ്റ് ആർ എന്താണ്? 2 ആണ്. അപ്പോൾ എന്ത് ചെയ്യാം, എ ഇൻറ്റു 2 റേസ് ടു എൻ പ്ലസ് ബി ആണ്. ക്ലിയർ അല്ലേ? ഇനി ഞാൻ 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ T1 എന്തായിട്ട് മാറും? എ ഇൻറ്റു 2 റേസ് ടു എൻ 2 റേസ് ടു 1 എന്ന് വരും. അപ്പോൾ 2a പ്ലസ് ബി ആയിട്ട് മാറും. ടിക്ക് 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കും 2 റേസ് ടു എൻ എന്നുള്ളത് 2 റേസ് ടു 2 ആയിട്ട് മാറും. കാരണം n 2 ആയി. 2 റേസ് ടു എന്താ? 4. അപ്പോൾ 4a പ്ലസ് ബി ആയി. അപ്പോൾ എനിക്കിത് ഫസ്റ്റ് ഒരു ഇക്വേഷൻ കിട്ടി, സെക്കൻഡ് ഒരു ഇക്വേഷൻ കിട്ടി. ഓക്കെ, ഞാൻ ആ ഇക്വേഷൻ ഒന്നുകൂടി ഇങ്ങോട്ട് എഴുതുകയാണ്. സെക്കൻഡ് ഇക്വേഷനെ ഫസ്റ്റ് എഴുതാൻ പോവാണ്. സെക്കൻഡ് ഇക്വേഷൻ എന്താ? 4a പ്ലസ് ബി. 4a പ്ലസ് ബി ഇസ് ഈക്വൽ ടു T2 എന്ന് പറഞ്ഞാൽ അയാളുടെ വാല്യൂ നിങ്ങൾക്ക് അറിയാം എത്രയാണ്? 4 ആണ്. അതാണ് നേരത്തെ പറഞ്ഞത്. മനസ്സിലായോ? ഇനി അടുത്ത ഫസ്റ്റ് ഇക്വേഷൻ ഒന്നുകൂടി എഴുതാൻ പോവാണ്. ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? 2a പ്ലസ് ബി ഇസ് ഈക്വൽ ടു എന്താണ് കിട്ടേണ്ടത്? T1 ആണ് കിട്ടേണ്ടത്. T1ൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിലുണ്ട്. എന്താണ്? 1 ആണ്. നിങ്ങൾ ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് നോക്കിയേ. 4a - 2a 2a, b - b 0, 4 - 1
3. അപ്പോൾ 2a is equal to 3. അതുകൊണ്ട് a is equal to എന്ത് വരും 3/2. a is equal to 3/2. a 3/2 ആണെങ്കിൽ ബിയുടെ വാല്യൂ ഏതെങ്കിലും ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഏതെങ്കിലും ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് -2 എന്ന് കിട്ടും. -2 കാരണം എന്താ, ഇതിൻ്റെ അകത്ത് a 3/2 ആണെങ്കിൽ 4 × 3/2 എന്ത് വരും, 4 × 3/2 6, 6 - 2 ആണ് 4 കിട്ടുക. ഇതിനകത്ത് 3/2 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, ഇവിടെ 2 × 3/2 എന്തായിട്ട് മാറും 3. 3ൻ്റെ കൂടെ എന്താ ആഡ് കൊടുത്താൽ 1 വരിക -2. അപ്പോൾ ബിയുടെ വാല്യൂ -2 ആയിരിക്കണം. ജസ്റ്റ് 3/2 എന്നുള്ള വാല്യൂ ഇതിൻ്റെ അകത്തോ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബിയുടെ വാല്യൂ കിട്ടും. ഇത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ ഓൾറെഡി ചെയ്തതാണ്, അതുകൊണ്ടാണ് ഡീറ്റെയിൽസിലോട്ട് നമ്മൾ പോകാത്തത്. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? റെഡി? അപ്പോൾ നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂ കിട്ടി. സോ ദാറ്റ് മീൻസ് Tn is equal to a r⁻n + b എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, a എന്ന് പറഞ്ഞാൽ 3/2 ആണ്, ഇൻറ്റു r എന്ന് പറഞ്ഞാൽ 2n പ്ലസ് b എന്താ -2. b എന്താണ് -2. നമ്മൾ കാണാൻ പറഞ്ഞത് എന്താണ്, സമ്മേഷനാണ്. ഞാൻ ഇയാൾ ഒന്നും കൂടി മോഡിഫൈ ചെയ്യാം. 3 × 2n/2 എന്നുള്ളതിന് പകരം എനിക്ക് എന്ത് ചെയ്യാം, 2n - 1 എന്ന് എഴുതി കൂടെ. പവേഴ്സിൻ്റെ റൂള് a⁻m/a⁻n is equal to a⁻m ആണ് അല്ലേ, a⁻m ആണ്. അപ്പോൾ 2n/2 എന്നുള്ളത് എന്തായിട്ട് മാറും 2n-1. കാരണം ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 2(1) ആണ് താഴെയുള്ളത്, 2n-1 പ്ലസ് അല്ലെങ്കിൽ -2 അല്ലേ, പ്ലസ് -2 എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ -2 എന്ന് പറഞ്ഞാലും സെയിം ആണ്. ഇതാണ് Tn അല്ലേ. നമ്മളോട് കാണാൻ പറഞ്ഞ എന്താണ്, സം ആണ് കാണേണ്ടത്. അപ്പോൾ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സിഗ്മ Tn ആണ് അല്ലേ. അപ്പോൾ എനിക്ക് എന്താക്കി മാറ്റാം, സിഗ്മ 3 × 2n-1 പ്ലസ് -2 അല്ലെങ്കിൽ -2 എങ്ങനെ വേണമെങ്കിലും പറയാം. ഇനി ഫസ്റ്റ് പഠിച്ച റൂൾ ഉണ്ട്, സമ്മേഷൻ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. സമ്മേഷൻ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നിങ്ങൾക്ക് 3 × അല്ലെങ്കിൽ 3/2 കോമൺ ആയിട്ട് നമ്മൾ പുറത്ത് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് ഒന്നെങ്കിൽ കൺവേർട്ട് ചെയ്തിട്ട് ആ രീതിയിൽ പോവാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, തിരിച്ചെടുക്കാം. എങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ഞാൻ തിരിച്ചെടുക്കാതെ തന്നെ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എനിത്തിങ് ഇസ് പോസിബിൾ. സോ 3 × സമ്മേഷൻ, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടെ എക്സ്ട്രാ എഴുതാം, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. ആ 3 സ്പ്ലിറ്റ് ചെയ്തതിന് മുമ്പുള്ള സ്റ്റെപ്പും കൂടെ ജസ്റ്റ് ഒന്ന് എഴുതാം, -σ2. ഓക്കെ, ജസ്റ്റ് ഞാൻ സ്പ്ലിറ്റ് ചെയ്തതിന് മുമ്പ് ഒന്നും എഴുതി, എന്നൊരു സ്പ്ലിറ്റുള്ള എഴുതാം, നിങ്ങൾക്ക് അത് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. 3 പുറത്തോട്ട് എടുക്കാം, കാരണം അത് കോൺസ്റ്റൻ്റ് ആണ്. സിഗ്മ 2n-1 മൈനസ് σ2. സിഗ്മയുടെ അകത്ത് കോൺസ്റ്റൻറ്റ് മാത്രമാണെങ്കിൽ 2n ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ, ഇതെല്ലാം വേരി ചെയ്യുന്നത് n is equal to 1 to n ആണ്. n is equal to 1 to n ആണ് ഈ സിഗ്മകളൊക്കെ വേരി ചെയ്യുന്നത് അല്ലേ. കാരണം ഫസ്റ്റ് n ടേംസിന് സമ്മല്ല നമുക്ക് കാണേണ്ടത്, ഫസ്റ്റ് n ടേംസിൻ്റെ, കാരണം അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് സം ഓഫ് n ടേംസ് ആണ് പറഞ്ഞത്. അപ്പോൾ n is equal to 1 to n ആണ് വേരി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരും. കാരണം ഇതൊക്കെ നമ്മൾ എവിടെ പഠിച്ചതാണ്, ഫസ്റ്റ് പറഞ്ഞ റൂൾസ് ആണ് ഇതൊക്കെ. സിഗ്മയുടെ ഞാൻ ആ സമയത്ത് അതുകൊണ്ടാണ് സ്പെസിഫിക്കലി പറഞ്ഞത്. ഈ റൂൾസ് ആണ് അഗെയിൻ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സെയിം റൂൾസ്. റെഡി? ഇനി ഞാനിവിടെ ദാറ്റ്സ് ഈക്വൽ ടു 3 × ഇവിടെ n-ന് 1 ആണെങ്കിൽ സംഭവിക്കും 2(1 - 1) 0, 2(0) 1 വരും, പ്ലസ് n-ന് 2 ആണെങ്കിലോ 2, n-ന് 3 ആണെങ്കിലോ 2(3 - 1) 2², അടുത്ത് 2³ പ്ലസ് ഇങ്ങനെ പോയി അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. n ടേംസ് അപ് ടു n ടേംസ് പറയുമ്പോൾ അപ് ടു 2(n-1) വരെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. റെഡി? -2n വരും, -2n. റെഡി? ഇത് നിങ്ങൾ നോക്കിയേ, ഇതൊരു ജി പി അല്ലേ, ജി പിയുടെ സമ്മ് കാണാനുള്ള ഫോർമുല നിങ്ങൾക്ക് അറിയില്ല. a × r⁻n-1 ബൈ r-1 എന്ന് പറയുന്ന ഫോർമുല ഇല്ലേ, അത് യൂസ് ചെയ്താൽ മതി. അപ്പോൾ 3 × ഇവിടുത്തെ r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 2 ആണ്. r എന്ന് പറഞ്ഞാൽ 2 ആണ്. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. ഈ ഒരു ജി പിയുടെ ഫസ്റ്റ് ടേം 1 ആണ്. കോമൺ റേഷ്യോ 2 ആണ്. അപ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ ഫോർമുല നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, a × r⁻n-1 ബൈ r-1 ആണ്. കാരണം കോമൺ റേഷ്യോ >1 ആണ്. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ടേം 1 ആണ്, ഇൻറ്റു r⁻n-1 എന്ന് പറയുമ്പോൾ 2n-1. കാരണം എന്താണ്, അവിടെ എത്ര ടേംസ് ആണുള്ളത്, n ടേംസ് ആണുള്ളത് അല്ലേ, n ടേംസ് അവിടെയുണ്ട്, n ടേംസ് ഡിവൈഡ് ബൈ r-1 എന്ന് പറയുമ്പോൾ 2 - 1 -2n. ദാറ്റ്സ് ഈക്വൽ ടു 2 - 1 ഡിനോമിനേറ്റർ ഒക്കെ 1 ആയിപ്പോയി, ബാക്കി ഉണ്ടാവുക 3 × 2n-1 -2n. ദാറ്റ്സ് ഈക്വൽ ടു 3 × 2n -3 × 1 3 -2n. ഒന്ന് റീഅറേഞ്ച് ചെയ്തതാണെങ്കിൽ 3 × 2n -2n -3 എന്ന് വരും. 3 × 2n -2n -3 എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. റെഡി അല്ലേ? അപ്പോൾ ഇവിടെ ഒന്നുമില്ല, ജി പിയുടെ സമ്മ് കാണാനുള്ള ഫോർമുല യൂസ് ചെയ്തു, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഇനി ഇതാണ് തൊട്ട് മുന്നേ ഉള്ളതിലെല്ലാം പറഞ്ഞ കാര്യം.
ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ഇവിടെ ഈ രണ്ട് സംഭവങ്ങൾ ഞാൻ തിയറി പറഞ്ഞ സമയത്ത് നിങ്ങളോട് പറഞ്ഞു, ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ മെത്തേഡ് ഓഫ് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ക്വിക്കായിട്ട് സമ്മറൈസ് ചെയ്ത് പറയാം. നിങ്ങൾക്കൊരു സീക്വൻസ് കിട്ടി, ആ സീക്വൻസ് APയോ GPയോ ഒന്നുമല്ല. അപ്പോൾ നിങ്ങൾക്ക് അതിലുള്ള ഏതെങ്കിലും ടേം കണ്ടുപിടിക്കാനോ അതിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള പോസിബിലിറ്റി അവിടെ ഇല്ല. മുന്നേ നമ്മൾ നേരത്തെ പഠിച്ച കോൺസെപ്റ്റ് വെച്ചിട്ടൊന്നും നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു ഐഡിയ അവിടെ ഇല്ല. എങ്കിൽ ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡ്, നിങ്ങൾ അതിലുള്ള കോൺസിക്യൂട്ടീവ് ടേംസിൻ്റെ ഡിഫറൻസ് എടുത്ത് നോക്കുക. അതാണ് ഫസ്റ്റ് നമ്മളിവിടെ ചെയ്തത് അല്ലേ? കോൺസിക്യൂട്ടീവ് ടേംസ് 4 1 നമ്മളെ ഡിഫറൻസ് 3, 10 4 നമ്മളെ ഡിഫറൻസ് 6, 10 10 നമ്മളെ ഡിഫറൻസ് 12, അങ്ങനെ എടുത്തു. എന്നിട്ട് കിട്ടിയിട്ടുള്ള ഈ ഒരു സീക്വൻസ് AP ആണോ GP ആണോ ചെക്ക് ചെയ്യാം. ചിലപ്പോൾ AP ആയിരിക്കും, ചിലപ്പോൾ GP ആയിരിക്കും, ചിലപ്പോൾ രണ്ടും ആയിരിക്കില്ല. ഓക്കെ, അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതാണ് ഫസ്റ്റ് ഈ ഒരു പേജിൽ പറഞ്ഞ കാര്യം അതാണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക എന്നുള്ള കാര്യമാണ് അവിടെ പറഞ്ഞത്. എന്നിട്ട് നമുക്ക് ബാക്കി കണ്ടുപിടിക്കാൻ പറ്റും. ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ ഡിഫറൻസ് സീരീസ് AP ആണെങ്കിൽ അതിൻ്റെ ജനറൽ ടേം ഈ ഒരു ഫോർമാറ്റിലായിരിക്കും. അത് AP അല്ലെങ്കിൽ ഒന്നും കൂടെ, അല്ലെങ്കിൽ GP ആണെങ്കിൽ ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ GP ആണെങ്കിൽ ആവാം, അല്ലെങ്കിൽ AP ആവാം. ഇത് രണ്ടും അല്ലാന്ന് വിചാരിക്കുക, ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കുക. അതാണ് ഡിഫറൻസ് ഓഫ് ഡിഫറൻസ് വരുന്ന കേസ്. അപ്പോൾ AP ആവുന്നുണ്ടെങ്കിൽ ജനറൽ ടേം ഈ ഒരു ഫോർമാറ്റിലായിരിക്കും. ഇനി ഫസ്റ്റ് ടൈം ഡിഫറൻസ് കണ്ടപ്പോൾ GP ആയാൽ ജനറൽ ടേം ഈ ഒരു ഫോർമാറ്റ് ആയിരിക്കും. ഡിഫറൻസ് ഓഫ് ഡിഫറൻസ് GP ആയി കഴിഞ്ഞാൽ ഈ ഒരു ഫോർമാറ്റ് ആയിരിക്കും. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ വേണ്ട പരിപാടി എന്താണ്? ഇതിലുള്ള കോൺസ്റ്റൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് കണ്ടുപിടിക്കാനുള്ള ഐഡിയ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൽ N-ന് 1 2 3 എന്നിങ്ങനെ പല പല വാല്യൂസ് ഇട്ട് കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടെ നമ്മൾ N-ന് 1 ഇട്ട് കൊടുത്തു, അപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടി. N-ന് 2 ഇട്ട് കൊടുത്തു, അടുത്തൊരു ഇക്വേഷൻ കിട്ടി. എനിക്ക് 2 ഇക്വേഷൻ മതി, കാരണം എനിക്ക് അറിയാത്ത എയും ബിയും രണ്ടാൾക്കാരെ അറിയാത്തുള്ളൂ. എനിക്ക് 2 ഇക്വേഷൻ കിട്ടിയാൽ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ, സെക്കൻഡ് ഇക്വേഷൻ. ഇനി ഈ ഒരു ഇക്വേഷൻ ഈക്വൽ ടു T1 ആണ്. T1ൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ കിട്ടും 1. അതാണ് ഇവിടെ പറയുന്നത് വാല്യൂസ് ഓഫ് T1 T2 T3 എന്ന് പറയാൻ കാരണം വാല്യൂ T1 T2 T3ൻ്റെ വാല്യൂ എവിടെയുണ്ട്? ക്വസ്റ്റ്യനിലുണ്ട്. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഇക്വേറ്റ് ചെയ്തു. T2ൻ്റെ വാല്യൂ എടുത്ത് ഇക്വേറ്റ് ചെയ്തു. T1 T2ൻ്റെ വാല്യൂസ് അവിടെ ഇക്വേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇക്വേഷൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എയുടെയും ബിയുടെയും വാല്യൂസ് കിട്ടും. അപ്പോൾ നമുക്ക് ജനറൽ ടേം അവിടെ കിട്ടി. ഇനി എന്താണ് സമ്മേഷൻ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ ജനറൽ ടേമിൻ്റെ സമ്മേഷൻ തന്നെയാണ്, ഓരോ ടേംസും ആഡ് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതിന് ആ എക്സ്പ്രഷൻ ഇട്ട് കൊടുത്തു. പിന്നീട് പഠിച്ച സിഗ്മയുടെ റൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഓരോരുത്തർക്കും സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ ബാക്കി സോൾവ് ചെയ്തു. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ്സ് ഒക്കെ എന്ത് ചെയ്യാണ്, നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ഇവിടെ യൂസ് ചെയ്യുകയാണ് എന്നുള്ളതാണ്. റെഡി? ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അടുത്ത വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ടോപ്പിക്കിലോട്ട് നമ്മൾ കിടക്കുന്നത് ടെലിസ്കോപ്പിക് സീരീസ്. ടെലിസ്കോപ്പിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ? അത് നമുക്കിങ്ങനെ ഒരുപാട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഫോൾഡ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ ആ ഒരു പരിപാടി, ആ റെഡ്യൂസ് ചെയ്യുന്ന ഒരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ടെലിസ്കോപ്പിക് സീരീസ് എന്ന് പറയുന്നത്. ഇവിടെ കൊടുത്ത ഡെഫിനിഷൻ ജസ്റ്റ് നോക്കാം. ഈ സമ്മേഷൻ R is equal to 1 to n, TR is equal to Sn. അതായത് അതിൻ്റെ അകത്തുള്ള എല്ലാവരും ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് Sn കിട്ടുന്നുണ്ട്. ആൻഡ് TR is equal to VR plus 1 minus VR or VR minus 1 minus VR. എന്ന് വെച്ചാൽ സെൻറ്റൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈച്ച് ടേം ഓഫ് ദ സീരീസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദി ഡിഫറൻസ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് അനദർ സീക്വൻസ്. അതായത് നിങ്ങൾക്കൊരു ടെലിസ്കോപ്പിക് സീരീസ് ഉണ്ടെങ്കിൽ അത് ടെലിസ്കോപ്പിക് സീരീസ് ആണ് എന്ന് മനസ്സിലാക്കാനുള്ള ഐഡിയ എന്ന് പറഞ്ഞാൽ അതിലുള്ള ഈച്ച് ടേം, അതിലുള്ള ഓരോ ടേമും വേറൊരു സീക്വൻസിൻ്റെ കോൺസിക്യൂട്ടീവ് ടേംസ് തമ്മിലുള്ള ഡിഫറൻസിന് ഈക്വൽ ആയിരിക്കും. അതായത് നിങ്ങൾക്ക് ഒരു TR ആണല്ലോ അതിലുള്ള ഓരോ ടേംസും, അവരുടെ സമ്മേഷൻ ആണല്ലോ അവരുടെ Sn ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ TRകൾ ഓരോന്നും അല്ലെങ്കിൽ അതിൽ ഓരോ ടേംസും വേറെ ഏതോ ഒരു സീക്വൻസിലെ, ഏത് സീക്വൻസ് ആണെന്ന് അറിയില്ല. അപ്പോൾ അതിലുള്ള 2 ടേംസ്, 2 കോൺസിക്യൂട്ടീവ് ടേംസ്, ആ കോൺസിക്യൂട്ടീവ് കാണിക്കാനാണ് VR plus 1 അല്ലെങ്കിൽ VR. അതുപോലെ തന്നെ VR minus 1 VR എന്നിങ്ങനെ കൊടുക്കാൻ കാരണം ഓക്കെ, ഒന്നെങ്കിൽ ആദ്യത്തെ ടേമും അടുത്ത ടേമും, അല്ലെങ്കിൽ ആദ്യത്തെ ടേമും അതിന് പുറകുള്ള ടേമും, ആ ഒരു ഡിഫറൻസ് കാണിക്കാൻ. അങ്ങനെ കോൺസിക്യൂട്ടീവ് ആയുള്ള ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് വെച്ചിട്ടായിരിക്കും അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ദെൻ ദ സീരീസ് കോൾഡ് ടെലിസ്കോപ്പിക് സീരീസ്. അങ്ങനെയുള്ള ആൾക്കാർ ടെലിസ്കോപ്പിക് സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൊണ്ട് എക്സാമ്പിൾസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ടെലിസ്കോപ്പിക് സീരീസ് എന്താണെന്നുള്ള ഒരു ഐഡിയ കിട്ടും. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ നെയിം വന്നതെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ഉണ്ട്. സമ്മേഷൻ N is equal to 1 to 5 1/n minus 1/n plus 1. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് നോക്കാം എന്താണ് സംഭവിക്കുക. അപ്പോൾ ഇത് TN ആണ്, ഇത് TN ആണ്. അപ്പോൾ T1 എന്തായിരിക്കും? T1 N-ന് 1 ഇട്ട് കൊടുക്കുക, 1/1 minus 1/1 plus 1 ദാറ്റ്സ് ഈക്വൽ ടു 1 minus 1/2. അടുത്ത T2 എന്തായിരിക്കും? T2 1/2 minus 1/2 plus 1 ദാറ്റ്സ് ഈക്വൽ ടു 1/2 minus 1/3. സിമിലർലി T3 T4 T5 ഒക്കെ കണ്ടൂടെ അല്ലേ? അപ് ടു T5 വരെയാണ് കാണേണ്ടത് നമുക്ക്. അപ്പോൾ ഞാൻ T3 എന്തായിരിക്കും അപ്പോൾ വരിക? 1/3 minus 1/4. T4 1/4 minus 1/5. T5 1/5 minus 1/6 അല്ലേ? ആ ഫോർമുല ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സമ്മേഷൻ എല്ലാവരും കിട്ടണം. ആരൊക്കെ? T1 plus T2 plus T3 അപ് ടു T5 വരെ കിട്ടണം. T1 plus T2 plus T3 plus T4 plus T5 വരെ കിട്ടണം. അപ്പോൾ ഫസ്റ്റ് T1 എന്ന് പറഞ്ഞാൽ എന്താ? 1 minus 1/2 പ്ലസ് അടുത്ത് T2 എന്ന് പറഞ്ഞാൽ 1/2 minus 1/3 പ്ലസ് അടുത്ത ആരാ? 1/3 minus 1/4. അടുത്തത് 1/4 minus 1/5. അടുത്ത ആരാ? 1/5 minus 1/6.
ഇനി നിങ്ങൾ നോക്കിയേ -1/2 1/2 കട്ടാവും, -1/3 1/3 കട്ടാവും, -1/4 1/4 കട്ടാവും, -1/5 1/5 കട്ടാവും. ബാക്കി ആരുണ്ടാവും? ഫസ്റ്റ് ടേം 1 ഉണ്ടാവും, ലാസ്റ്റ് ടേം -1/6 ഉണ്ടാവും. സോ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എന്താ വരിക? 5/6. ഇതാണ് ടെലിസ്കോപ്പിക് സീരീസ്. ഇവിടെയുള്ള എല്ലാവരും കട്ട് ചെയ്ത് പോയിട്ട് ചിലപ്പോൾ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും തമ്മിലോ, അല്ലെങ്കിൽ ഇവിടെ സെക്കൻഡ് ടേമും ഇവിടുത്തെ സെക്കൻഡ് ലാസ്റ്റ് ടേമും തമ്മിലോ, അല്ലെങ്കിൽ അങ്ങനത്തെ ലാസ്റ്റ് 1-2 ആളുകൾ മാത്രമേ അതിൽ ബാക്കി ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള സകല ആൾക്കാരും അതിൽ കട്ട് ചെയ്ത് പോയിട്ടുണ്ടാവും. ഇതാണ് ടെലിസ്കോപ്പിക് സീരീസ്. ഇപ്പോൾ ഐഡിയ ആയോ? അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തന്നെ. ഇനി നിങ്ങൾ ഈ ഡെഫിനേഷൻ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത് ഏതെങ്കിലും സീക്വൻസിൻ്റെ കോൺസിക്യൂട്ടീവ് ആയുള്ള ടേംസ് തമ്മിലുള്ള ഡിഫറൻസുകളാണ് അതിലുള്ള ടേംസ് എങ്കിൽ അങ്ങനെയുള്ള സീരീസിനെയാണ് ടെലിസ്കോപ്പിക് സീരീസ് എന്ന് പറയുന്നത്. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആവും. ഓക്കെ, എന്താ പ്രോബ്ലം പറയുന്നത്? If summation r is equal to 1 to n tr is equal to n/8 into n plus 1 into n plus 2 into n plus 3, then find summation r is equal to 1 to n 1/tr. tn എന്നൊക്കെ ജസ്റ്റ് ആറ് എന്നൊക്കെ മാറ്റി കൊടുക്കുന്നേ ഉള്ളൂ, അതിലൊരു ജനറൽ ടേം. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള SN അല്ലെങ്കിൽ SR വാട്ട് എവർ ഇറ്റ് ഈസ് അത് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, അതായത് n ടേംസിൻ്റെ സമ്മ്, ഫസ്റ്റ് n ടേംസിൻ്റെ സമ്മ് 1 മുതൽ അങ്ങോട്ട് n ടേംസിൻ്റെ സമ്മ് കൊടുത്തു കഴിഞ്ഞാൽ T1 + T2 + T3 + Tn വരെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു എക്സ്പ്രഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ആക്ച്വലി എന്താണ്? SN ആണ്. SN is equal to n into n plus 1 into n plus 2 into n plus 3 ആണ്, ഡിവൈഡ് ബൈ 8 ഉണ്ട്. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. TN എന്ന് പറയുന്ന ആളെ, TN ഓ TR ഏതാണെങ്കിലും സെയിം ആണ് കേട്ടോ. TN കൊടുത്താലും TR കൊടുത്താലൊക്കെ സെയിം തന്നെയാണ്. ഇവിടെ ജസ്റ്റ് ഇതാ ഈ ഒരു സമ്മേഷനിൽ r is equal to 1 to n ആയതുകൊണ്ട് TR എന്ന് കൊടുത്തേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ n is equal to 1 to n എന്ന് വേണമെങ്കിൽ പറയാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവിടെ TR എന്ന് പറയുമ്പോൾ TN എന്നാവും, അത്രയേ ഉള്ളൂ, നോ പ്രോബ്ലം. ഓക്കെ, TN എന്ന് പറയുന്ന ആളെ എനിക്ക് ഇങ്ങനെ കൊടുത്തൂടെ? SN minus 1 കറക്റ്റാണോ? SN minus 1 എന്താണ് കാര്യം? SN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നിങ്ങളൊരു സീരീസ് എഴുതി കഴിഞ്ഞാൽ T1 T2 T3 അങ്ങനെ അപ് ടു TN ഉണ്ടാവും. അതിന് മുന്നേ TN-1 ഉണ്ടാവും, അതിന് മുന്നേ TN-2 ഉണ്ടാവും, അല്ല അതിന് മുന്നുള്ള ടേംസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടുന്ന് 1 മുതൽ n വരെയുള്ള ഈ കംപ്ലീറ്റ് ടേംസിൻ്റെ സമ്മാണ് SN എന്ന് പറഞ്ഞാൽ, അല്ലേ? SN-1 1 മുതൽ n-1 വരെയുള്ള ടേം, TN-1 വരെയുള്ള ടേംസ് ആണ്. അപ്പോൾ ഈ ഒരു കംപ്ലീറ്റ് സമ്മിൽ നിന്ന്, TN വരെയുള്ള കംപ്ലീറ്റ് സമ്മിൽ നിന്ന് ഈ TN-1 വരെയുള്ള ഇത്രയും സം ഒഴിവാക്കി കഴിഞ്ഞാൽ, SN-1 ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി ആരുണ്ടാവുക? TN ആണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് TN is equal to SN minus 1 എന്ന് പറയാൻ കാരണം. ക്ലിയർ അല്ലേ? അപ്പോൾ SN എന്താ നമുക്കറിയാം. എന്താ SN-1? ഈ ഇക്വേഷനിൽ n പകരം n-1 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ n എന്നുള്ളതിന് പകരം എന്തായിട്ട് മാറും? n-1 ഇൻറ്റു n plus 1 എന്നുള്ളത് എന്തുവാ പകരം എന്തായിട്ട് മാറും? n പകരം n-1 കൊടുക്കണം. അപ്പോൾ n-1 plus 1 എന്നാണ്. n-1 plus 1 ഇൻറ്റു n plus 2 പകരം n-1 plus 2, അടുത്ത n plus 3 പകരം n-1 plus 3 by 8. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? n-1 ഇൻറ്റു ഇവിടെ -1 plus 1 കട്ടാവും, n മാത്രമേ ഉണ്ടാവുള്ളൂ, ഇൻറ്റു -1 plus 2 plus 1 ഇൻറ്റു n plus 2 ഡിവൈഡ് ബൈ 8. റെഡി അല്ലേ? ഇനി നമ്മൾ TN കാണാൻ പോവാണ്. TN is equal to SN minus 1 is equal to n into n plus 1 into n plus 2 into n plus 3 ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള സമ്മേഷൻ ബൈ 8 മൈനസ് SN-1 നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താണ്? ഞാൻ ഫസ്റ്റ് ഈ n വേണമെങ്കിൽ ഫസ്റ്റ് എഴുതാം, ഒരു ഓർഡർ എഴുതാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഫസ്റ്റ് n കൊടുക്കാം, എങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. n into n-1 into n plus 1 into n plus 2 എല്ലാ ടേംസും ആയില്ല അതിൻ്റെ അകത്തുള്ള ബൈ 8. ഓക്കെ, എനിക്ക് 8നെ കോമൺ എടുക്കാം. രണ്ടിലും 6 കോമൺ ആണ്, 8 കോമൺ ആണ്. 8 മാത്രമാണ് കോമൺ അല്ല, ഇവിടെ ആരെ കോമൺ? n രണ്ട് സ്ഥലത്തും കോമൺ ആണ്, n plus 1 കോമൺ ആണ്, n plus 2 കോമൺ ആണ്, 8ഉം കോമൺ ആണ്. അപ്പോൾ ഞാൻ കോമൺ എടുക്കാൻ പോകുന്ന ആൾക്കാർ n into n plus 1 into n plus 2 ബൈ 8നെ കോമൺ എടുത്തു. ബാക്കി ഫസ്റ്റിൽ ആരാ ബാക്കിയുള്ളത്? ഇവിടെ n plus 3 ബാക്കിയുണ്ട്, മൈനസ് ഇവിടെ ആരുള്ളത്? n-1 ബാക്കിയുണ്ട്. ദാറ്റ്സ് ഈക്വൽ ടു n into n plus 1 into n plus 2 by 8 ഇൻറ്റു ഇതെന്ത് സംഭവിക്കുക? n ഈ മൈനസ് എന്നും ഈ എന്നും തമ്മിൽ ക്യാൻസൽ ആയി പോകും. പിന്നെ ആരുണ്ടാവുക? -1 plus 1 ആണ്. അപ്പോൾ 3 plus 1 4, അപ്പോൾ ഇൻറ്റു 4 ഉണ്ടാവും. 4ഉം 8ഉം കട്ട് ചെയ്താൽ ബാക്കി 2 ഉണ്ടാവും. സോ ദാറ്റ് മീൻസ് n into n plus 1 into n plus 2 by 2 എന്നുള്ളതാണ് TNൻ്റെ വാല്യൂ.
സിമ്പിൾ പരിപാടിയല്ലേ. ഓക്കെ, ജസ്റ്റ് ഞാൻ ഈ ബ്രാക്കറ്റ് ഒഴിവാക്കുന്ന സ്റ്റെപ്പ് എഴുതിയിട്ടില്ലാന്നേ ഉള്ളൂ. ഇവിടെ -(n) -n വരും, n-n ക്യാൻസലായി, -(-1) +1 ആയി, 3 + 1 4 ആവും. റെഡി. ഇനി കാണാൻ പറഞ്ഞ എന്താണ്, ഫൈൻ സമ്മേഷൻ r = 1 to n 1/tr ആണ്. ഓക്കെ, ഇത് ടി എൻ എന്ന് നോക്കാം, ടി ആർ എന്ന് കൊടുത്താൽ എന്താ ഈ n ഒക്കെ മാറിയിട്ട് r ആവും, അത്രേ ഉള്ളൂ. അപ്പോൾ 1/tn വാല്യൂ എന്താണ്, അതാണ് അടുത്ത് നോക്കേണ്ടത്. അപ്പോൾ 1/tn, tn നേരെ റിവേഴ്സ് ചെയ്താൽ മതി. അപ്പോൾ എന്ത് വരും, 2/n × n+1 × n+2 അല്ലേ, n × n+1 × n+2/2 ആണ്, നേരെ റിവേഴ്സ് ചെയ്താൽ മതി. ഇനി എന്ത് ചെയ്യുക, ഇയാളെ സമ്മേഷൻ കൊടുക്കുക. ഓക്കെ, 1/tn n = 1 to n. ഓക്കെ, r ആണെങ്കിൽ ഇവിടെ ടി ആർ കൊടുക്കണം, അത്രേ ഉള്ളൂ, വേറെ ഡിഫറൻസ് ഒന്നുമില്ല. സോ ദാറ്റ് മീൻസ് എന്തായിട്ട് മാറും, സമ്മേഷൻ 2/n × n+1 × n+2 n × n+1 × n+2 എന്നുള്ള രീതിയിൽ മാറും. റെഡി അല്ലേ. ഞാൻ ഇയാളെ ഒന്നുകൂടി മോഡിഫൈ ചെയ്യാൻ പോവാണ്. സമ്മേഷൻ n എന്നുള്ളതിന് പകരം n+2 - n എന്നാക്കാൻ പോവാണ്. ഓക്കെ, അതായത് മുകളിൽ 2ന് പകരം. അപ്പോൾ എന്താ n+2 - n എന്ന് പറഞ്ഞാൽ n ഒന്നും കട്ടായി പോയി 2 തന്നെ ഉണ്ടാവുള്ളൂ. ജസ്റ്റ് അങ്ങനെ മോഡിഫൈ ചെയ്തു. അപ്പോൾ താഴെ വരുന്നുണ്ട് n × n+1 × n+2. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, ഇയാളെ സ്പ്ലിറ്റ് ചെയ്യാലോ. എങ്ങനെയാണ്, n+2/n × n+1 × n+2 -n/n × n+1 × n+2 അല്ലേ, സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുക, n+2 n+2 കട്ടാവും, n കട്ടാവും, ബാക്കി ആരാ ഉണ്ടാവുക, സമ്മേഷൻ്റെ അകത്ത് 1/n × n+1 -1/n+1 × n+2 കണ്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതാണ് ഇപ്പോൾ നമ്മുടെ ടി എൻ നമ്മൾ മോഡിഫൈ ചെയ്തിട്ടുള്ള ഫോർമാറ്റ് അല്ലേ, ടി എന്നിനെ മോഡിഫൈ ചെയ്തിട്ടുള്ള ഫോർമാറ്റ് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് n = 1 to n നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കണം. നമ്മൾ ഓരോന്ന് വെറുതെ ജസ്റ്റ് റാൻഡമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാം. 1 ഇട്ട് കൊടുക്കാം. 1 ഇട്ട് കൊടുക്കുമ്പോൾ സംഭവിക്കും 1/1 × 1+1, അതായത് 1/2 മൈനസ് ഇതിനകത്ത് 1 ഇട്ട് കൊടുക്കുമ്പോൾ സംഭവിക്കും 1 + 1 2, 1 + 2 3, അപ്പോൾ എന്ത് വരും, 2 × 3 6, അപ്പോൾ 1/6 പ്ലസ് ഇതാണ് T1 1/T1 T1 അല്ല 1/T1, കാരണം എന്താ 1/Tn ആണ് നമ്മൾ കൊടുക്കുന്നത്, അപ്പോൾ 1/T1. ഓക്കെ, അതായത് ഇപ്പോഴുള്ള ഈ ഒരു സീക്വൻസിൽ ഫസ്റ്റ് ടേം വരുന്നത് 1/T1 ആണ്. അടുത്ത് പ്ലസ് ഈ 2 എടുത്തു കഴിഞ്ഞാൽ സംഭവിക്കും, 2 എടുത്തു കഴിഞ്ഞാൽ 2 + 1 3, അപ്പോൾ 2 × 2 + 1 6, അപ്പോൾ പ്ലസ് 1/6 മൈനസ് ഇതിനകത്ത് 2 എടുത്താൽ വരും 2 + 1 × 2 + 2, അപ്പോൾ എന്ത് വരും 3 × 4 12 -1/12 പ്ലസ് ഇതാണ് എന്ത് 1/T2 അല്ലേ. ഇങ്ങനെ നീ അടുത്തടുത്ത് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ പോയി ലാസ്റ്റ് nth ടേം വരും അല്ലേ. nth ടേം എന്ന് പറയുമ്പോൾ എന്താണ് 1/Tn. nth ടേം എന്ന് പറഞ്ഞാൽ അത് ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യനുള്ള 1/n × n+1 -1/n+1 × n+2. ഇതാണ് അതിൻ്റെ സമ്മേഷനെ നിങ്ങൾ പൊളിച്ചു കഴിഞ്ഞാൽ കിട്ടുക. ഇത് ടെലിസ്കോപ്പിക് സീരീസ് ആണ്, ഇത് ടെലിസ്കോപ്പിക് ആണ്. നിങ്ങൾ നോക്കിയേ, -1/6 1/6 കട്ടാവും, -1/12 ഇനി അടുത്ത 1/12 ഉണ്ടാവും, കട്ടാവും, അങ്ങനെ കട്ടായി ആര് കട്ടാവും, ഇതിന് തൊട്ട് മുമ്പുള്ള 1/n × n+1 ഉണ്ടാവും, ഈ ഒരു 1/n × n+1 കട്ടാവും, ഇവർ കട്ടാവും. ലാസ്റ്റ് ബാക്കി ഉണ്ടാവുക ആര് മാത്രമാണ് ബാക്കി ഉണ്ടാവുക, ദാറ്റ്സ് = 1/2 -1/n+1 × n+2. ഓക്കെ, 1/2 -1/n+1 × n+2. ഇനി ജസ്റ്റ് ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഓക്കെ, എന്താ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത്, ഇവർ ജസ്റ്റ് അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, n+1 × n+2 -2/2 × n+1 × n+2. ഓക്കെ, നിങ്ങൾ മുകളിൽ വേണമെങ്കിൽ ബ്രാക്കറ്റ് പൊളിക്കാം, n² + 3n + 2 - 2/2 × n+1 × n+2. നിങ്ങൾ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടൊന്ന് ബ്രാക്കറ്റ് പൊളിച്ച് നോക്കിയാൽ മതി. ഈ മുകളിൽ എന്ത് ചെയ്യുക, ഇവരെ എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യുക, ബ്രാക്കറ്റ് പൊളിക്കുക, ഈ രണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ബ്രാക്കറ്റ് പൊളിക്കുക, പിന്നെ ഈ -2 അവിടെ ഉണ്ട്, -2 കൊടുക്കുക, ഇവർ രണ്ടുപേരും കട്ടായി പോകും, ബാക്കി ആരേ ഉണ്ടാവുള്ളൂ, n² + 3n/2 × n+1 × n+2. ഇതാണ് ഫൈനൽ ആൻസർ, ഇതാണ് നമ്മുടെ സമ്മേഷൻ. ഇവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഇവിടെ ആൻസറിലെത്തി. ഓക്കെ, കുറച്ച് ലെങ്തി നമ്മൾ പോകും എന്നുള്ളേ ഉള്ളൂ, പക്ഷേ ഇത് ഞാൻ ഒരുപാട് സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് എല്ലാ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ സ്റ്റെപ്പും ഇങ്ങനെ വീണ്ടും എഴുതുന്നത്. പക്ഷേ ഇതൊക്കെ ഒരുപാട് സ്റ്റെപ്പ് നമുക്ക് റെഡ്യൂസ് ചെയ്തിട്ട് തന്നെ എന്ത് ചെയ്യാം, ചെയ്ത് പോകാവുന്നേ ഉള്ളൂ. ഓക്കെ, എല്ലാ സ്റ്റെപ്പുകളും ഇങ്ങനെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എഴുതണം എന്ന് നിർബന്ധമില്ല. നമുക്ക് ഒരുപാട് സ്റ്റെപ്പ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സ്കിപ്പ് ചെയ്യാം. നമ്മൾ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് മാത്രം എഴുതിയാൽ മതി. എല്ലാ സ്റ്റെപ്പും എന്ത് ചെയ്യേണ്ട, നമ്മൾ റഫായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എഴുതി ടൈം വേസ്റ്റ് ചെയ്യണമെന്നൊന്നും
ഇല്ല, പക്ഷെ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാകാൻ വേണ്ടി എഴുതിയെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ടെലിസ്കോപ്പിക് സീരീസുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ ചെയ്തത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫൈൻഡ് ദ നാച്ചുറൽ നമ്പർ എ ഫോർ വിച്ച് summation k is equal to 1 to n f of a plus k is equal to 16 into 2 raised to n minus 1, where the function f satisfied f of x plus y is equal to f of x into f of y for all natural numbers x comma y, and further f of 1 is equal to 2. f of 1 is equal to 2. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള സംഭവം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ സമ്മേഷനകത്ത് വരുന്നത് ഓരോ ടേംസിൻ്റെയും ഒരു ഫോർമാറ്റ്, ടേംസിൻ്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എ പ്ലസ് കെ ആണ്. എഫ് ഓഫ് എ പ്ലസ് കെ അത് 16 into 2 raised to n minus 1 ആണെന്ന് കാണിക്കണം. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ സ്പെഷ്യാലിറ്റി എഫ് ഓഫ് എക്സ് പ്ലസ് വൈ എ എഫ് ഓഫ് എക്സിൻ്റെ എഫ് ഓഫ് വൈ എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. മാത്രമല്ല എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഓക്കെ, അങ്ങനെയാണ് നിങ്ങളൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ 1 by 1 ആയിട്ട് തന്നുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നോക്കാം. എഫ് ഓഫ് 1 is equal to 2 ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് 2നെ എനിക്ക് ഇങ്ങനെ പറഞ്ഞൂടെ, എഫ് ഓഫ് 2 is equal to എഫ് ഓഫ് 1 plus 1 ആണല്ലോ അല്ലേ. എഫ് ഓഫ് എക്സ് പ്ലസ് വൈ എന്നാണെങ്കിൽ എഫ് ഓഫ് എക്സിൻ്റെ എഫ് ഓഫ് വൈ ആക്കാം എന്നാണ്. അപ്പോൾ എഫ് ഓഫ് 1 plus 1 ആണെങ്കിൽ അയാൾ എന്താക്കാൻ പറ്റും, എഫ് ഓഫ് 1 into എഫ് ഓഫ് 1 എന്നാക്കാൻ പറ്റും. എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 2 ആണെന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ 2 into 2 അഥവാ 2 square ആയിട്ട് മാറും. ഇനി എഫ് ഓഫ് 3 എന്താക്കാം, എഫ് ഓഫ് 1 plus 2 ആക്കി മാറ്റാം. ദാറ്റ് മീൻസ് എഫ് ഓഫ് 1 into എഫ് ഓഫ് 2 ആണ്. ഇതേപോലെ അപ്പോൾ എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2 ആണ്. എഫ് ഓഫ് 2 എന്താണ്, 2 square ആണ്. അപ്പോൾ എന്ത് കിട്ടും, 2 cube കിട്ടും. അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ലോജിക്ക് വെച്ച് പറഞ്ഞൂടെ, എഫ് ഓഫ് 4 എന്തായിരിക്കും, 2 raised to 4 ആയിരിക്കും. എഫ് ഓഫ് 5 എന്തായിരിക്കും, 2 raised to 5 ആയിരിക്കും. കാരണം എന്താ, എഫ് ഓഫ് 1 വന്നപ്പോൾ 2 raised to 1 അഥവാ 2 ആണ്. എഫ് ഓഫ് 2 വരുമ്പോൾ 2 square, എഫ് ഓഫ് 3 2 cube, എഫ് ഓഫ് 4 2 raised to 4. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് n വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും, 2 raised to n. എഫ് ഓഫ് എ വരികയാണെന്ന് സംഭവിക്കും, 2 raised to a. ആരെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. റെഡി. ഇനി ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞതിലോട്ട് നമുക്ക് നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്, ക്വസ്റ്റ്യൻ പറയുന്നത് എഫ് ഓഫ് എ പ്ലസ് കെ ആണ് ടി എൻ ആയിട്ട് അല്ലെങ്കിൽ ജനറൽ ടേം ആയിട്ട് കൊടുത്തിട്ടുള്ളത്, എഫ് ഓഫ് എ പ്ലസ് കെ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, എഫ് ഓഫ് എ പ്ലസ് കെ എന്നുള്ളതിനെ സമ്മേഷൻ എഫ് ഓഫ് എ പ്ലസ് കെ ഇസ് ഈക്വൽ ടു എന്ത് സംഭവിക്കും, സമ്മേഷൻ എഫ് ഓഫ് എ ഇൻറ്റു എഫ് ഓഫ് കെ. ഓക്കെ, എഫ് ഓഫ് എ ഇൻറ്റു എഫ് ഓഫ് കെ എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു ഇവിടെ എ എന്ന് പറയുന്ന ആൾ ഒരു കോൺസ്റ്റൻ്റ് ആണ്. എനെ കുറിച്ച് നിങ്ങൾക്ക് ഒന്നും വേരി ചെയ്യുന്നില്ല. ഇവിടെ വേരി ചെയ്യുന്ന ആര് മാത്രമേ ഉള്ളൂ, കെ മാത്രമേ വേരി ചെയ്യുന്നുള്ളൂ. എ എന്ന് പറയുന്ന ആൾ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഏത് നമ്പറും ഫംഗ്ഷനകത്ത് വരികയാണെങ്കിൽ 2ൻ്റെ പവർ ആയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എഫ് ഓഫ് എ എന്നുള്ളതിന് പകരം 2 raised to a എന്ന് കൊടുക്കാം. 2 raised to a ഇൻറ്റു എഫ് ഓഫ് കെ. കെയുടെ വാല്യൂ വാരി ചെയ്യുന്നുണ്ട് കേട്ടോ, 1 to n വേരി ചെയ്യുന്നുണ്ട്, ഞാൻ കൊടുത്തിട്ടില്ല എന്നേ ഉള്ളൂ. ഓക്കെ, 1 to n എന്ത് ചെയ്യുന്നുണ്ട്, വേരി ചെയ്യുന്നുണ്ട്. സോ ആ 2 raised to a നമുക്ക് വേണമെങ്കിൽ ബ്രാക്കറ്റിൻ്റെ പുറത്തോട് എടുക്കാം, സമ്മേഷൻ്റെ പുറത്തോട് എടുക്കാം. കാരണം കോൺസ്റ്റൻ്റ് ആണ്, സമ്മേഷൻ റൂൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബാക്കി ആരാളുള്ളത്, സമ്മേഷൻ കെ ഇസ് ഈക്വൽ ടു 1 to n എഫ് ഓഫ് കെ. ഓക്കെ, ബാക്കി ഞാൻ അടുത്തൊരു പേജിലോട്ട് കൊടുക്കാം. ദാറ്റ്സ് ഈക്വൽ ടു 2 raised to a ഇൻറ്റു. ഓക്കെ, ഇതെന്ന് സംഭവിക്കുക, കെയുടെ വാല്യൂ 1 മുതൽ n വരെയായിട്ട് കൊടുക്കണം. 1 എടുക്കുമ്പോൾ എഫ് ഓഫ് 1 പ്ലസ് എഫ് ഓഫ് 2 പ്ലസ് എഫ് ഓഫ് 3 അങ്ങനെയല്ലേ സമ്മേഷൻ വരിക. അപ്പോൾ ഞാൻ ഇയാൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ആക്കി മാറ്റുന്നു, എഫ് ഓഫ് 1 പ്ലസ് എഫ് ഓഫ് 2 പ്ലസ് എഫ് ഓഫ് 3 പ്ലസ് അപ് ടു എഫ് ഓഫ് n ആണ് അല്ലേ. ദാറ്റ്സ് ഈക്വൽ ടു 2 raised to a ഇൻറ്റു എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 2 ആണ്, 2 raised to 1 അല്ലേ, 1 2 raised to 1 2 പ്ലസ് 2 raised to 2 പ്ലസ് 2 raised to 3 അല്ലേ. എഫ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ 2 raised to 3 ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. പ്ലസ് എഫ് ഓഫ് n എന്ന് പറയുമ്പോൾ 2 raised to n ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 2a ഇൻറ്റു, ഇതൊരു ജി പി അല്ലേ, കോമൺ റേഷ്യോ എന്താ, 2 ആണ്. ഫസ്റ്റ് ടേം എന്താ, 2 ആണ്. അപ്പോൾ ഒരു ജി പിയുടെ സമ്മാണ്, ഫസ്റ്റ് n ടേംസിൻ്റെ സമ്മാണ്. അപ്പോൾ എന്താണ്, നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ഫോർമുല ഓൾറെഡി ഓർമ്മ ഉണ്ടാവും, എ ഇൻറ്റു ആർ raised to n minus 1 ബൈ ആർ മൈനസ് 1 എന്ന് പറയുന്ന ഫോർമുല. ഇവിടെ എ എന്ന് പറഞ്ഞാൽ 2 ആണ്, ഇൻറ്റു ആർ raised to n എന്ന് പറയുമ്പോൾ 2 raised to n minus 1 ബൈ 2 minus 1. ദാറ്റ്സ് ഈക്വൽ ടു 2 raised to a ഇൻറ്റു 2 ഇൻറ്റു 2 raised to n minus 1 എന്നുള്ളതാണ്, 2 raised to n minus 1. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞതുള്ള എന്താണ്, നമുക്ക് ഈ ഒരു ഫോർമാറ്റിലോട്ട് എത്തിക്കണം. ഓക്കെ, അതായത് ഇത് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് ദ നാച്ചുറൽ നമ്പർ എ എന്നുള്ളതാണ്. എയുടെ ഒരു വാല്യൂ എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷനാണ് നമ്മളിവിടെ കണ്ടുപിടിച്ച് ഇവിടെ എത്തിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതിൽ ഒന്നും കൂടെ വേണമെങ്കിൽ നമുക്ക് 2 raised to a ഇൻറ്റു 2നെ വേണമെങ്കിൽ 2 raised to a plus 1 എന്നാക്കാം. ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യാം, ഇൻറ്റു 2 raised to n minus 1.
ഓക്കെ, ഈ ഒരു ഫോർമാറ്റിലെത്തി. അത് ഈ ഒരു സംഭവം എന്തിന് ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്? 16 × 2n - 1 ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇയാൾ ഈസ് ഈക്വൽ ടു 16 × 2n - 1 എന്ന് കൊടുക്കാൻ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അല്ലേ? നമ്മൾ ഫസ്റ്റ് ഈ ഒരു പാർട്ടാണ് ഇപ്പോൾ ഇതുവരെ ചെയ്തത്. അത് എന്തിന് ഈക്വൽ ആണെന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്? ഈ ഒരു എക്സ്പ്രഷൻ ഈക്വൽ ആണ്, അത് നമുക്ക് ഇവിടെ കൊടുക്കാം. അപ്പോൾ ഈ രണ്ട് സൈഡിലും 2n - 1 2n - 1 കട്ട് ചെയ്തു. ബാക്കി ആരാളുള്ളത്? 2a + 1 = 16. അപ്പോൾ 2a + 1 = 16 എന്ന് പറഞ്ഞാൽ 2⁴ അല്ലേ? അപ്പോൾ 2a + 1 = 2⁴ ആണ്. രണ്ടും സെയിം ബേസ് ആണെങ്കിൽ പവേഴ്സ് a + 1 എന്നുള്ള പവറും 4 എന്നുള്ള പവറും ഈക്വൽ ആവണം. therefore a = 3. therefore a = 3. ഇതാണ് എയുടെ വാല്യൂ. ഇത് ടെലിസ്കോപ്പിക് സീരീസിൻ്റെ ഐഡിയ ഒന്നും യൂസ് ചെയ്യേണ്ട, അല്ലാത്തന്നെ ഒരു സിമ്പിൾ ഐഡിയ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ ആൻസർ ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ എന്താണെന്നൊക്കെ പഠിക്കാതെ ഒരാൾക്ക് പോലും, ഓക്കെ, ഫംഗ്ഷൻ എന്നുള്ളത് വളരെ വൈഡ് ആയിട്ടുള്ള വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് ഒക്കെ +1 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹൈസ്കൂളിലാണെങ്കിൽ പോളിനോമിയൽ ഫംഗ്ഷൻസ് ഒക്കെ പഠിക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഫംഗ്ഷൻസ് ഒന്നും അറിയാത്ത ഒരാൾക്ക് പോലും ഇതിൽ പറഞ്ഞ കണ്ടീഷൻസ് യൂസ് ചെയ്തിട്ട് ഈ കാര്യം എന്ത് ചെയ്യാൻ പറ്റും. കാരണം പോളിനോമിയൽസ് എല്ലാവരും പഠിച്ചിട്ടുണ്ട്. പോളിനോമിയൽസ് ഒരു കൈൻഡ് ഓഫ് ഫംഗ്ഷനാണ്. അപ്പോൾ ആ ഒരു ഐഡിയ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിലുള്ള ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട്. റെഡി അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റിലോട്ട് പോവാം. ലെറ്റ് Sn is equal to summation k is equal to 0 to n 1 by square root of k plus 1 plus square root of k. What is the value of summation n is equal to 1 to 99 1 by Sn plus Sn minus 1? ഓക്കെ, ഇത് IOQM 2013 ചോദിച്ച ക്വസ്റ്റൻ ആണ്. PRMO എന്ന് പറഞ്ഞാൽ IOQM തന്നെയാണ്. IOQM 2013 ചോദിച്ച ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഫസ്റ്റ് നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്തുണ്ട്? ഒരാൾ കിടക്കുന്നുണ്ട് അല്ലേ? ഇതിൻ്റെ അകത്ത് ഈ ഒരു എക്സ്പ്രഷൻ ഒരു TN ആയിട്ട് അല്ലെങ്കിൽ TR എന്നൊക്കെ വേണമെങ്കിൽ പറയാം, എങ്ങനെ വേണമെങ്കിൽ പറയാം, TK എന്ത് വേണമെങ്കിൽ പറയാം, ഒരാൾ അതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട്. ഈ ഒരു എക്സ്പ്രഷൻ ഞാൻ ആദ്യം ഒന്ന് നീറ്റാക്കാൻ പോവാണ്. ഓക്കെ, 1 by square root of k plus 1 plus square root of k ആണല്ലോ. ഇയാളെ എങ്ങനെ നമ്മളൊന്ന് വൃത്തിയാക്കുക, അതായത് റാഷണലൈസ് ചെയ്യുക എങ്ങനെയാണ്? കോൺജുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ എന്നാണ്. കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് k plus 1 മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് k വെച്ചിട്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ന്യൂമറേറ്റർ എന്തായിട്ട് മാറും? സ്ക്വയർ റൂട്ട് ഓഫ് k plus 1 മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് k ഡിവൈഡ് ബൈ ഇത് a + b × a - b ഫോർമാറ്റാണ്. a² - b². അതാണ് റാഷണലൈസേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതൊരു a ഇത് b ആയിട്ട് കൺസിഡർ ചെയ്യാണ്. ഇതും എയും ഇത് ബിയും ആണ്. അപ്പോൾ ഇത് a + b × a - b ആണ്. അപ്പോൾ a² - b². അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് k plus 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ k plus 1 മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് കെയുടെ സ്ക്വയർ. സ്ക്വയർ റൂട്ട് ഓഫ് കെയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര വരിക? k ആണ് വരിക. അപ്പോൾ kയും കട്ടായി പോകും. ബാക്കി ഉണ്ടാവുക സ്ക്വയർ റൂട്ട് ഓഫ് k plus 1 മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് k ഡിവൈഡ് ബൈ 1 എന്ന് വരും. അഥവാ അതിന് കൊടുത്താൽ മതി. റെഡി അല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കിട്ടേണ്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതാണ് ഈ ഒരു കാര്യത്തിൽ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ, അതായത് റാഷണലൈസ് ചെയ്യുക. സിംപ്ലിഫൈ എന്ന് പറയുമ്പോൾ ബേസിക്കലി എന്ത് ചെയ്യാണ്? റാഷണലൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ. റെഡി? ഇനി ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ് Sn ഈ ഒരു എക്സ്പ്രഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ Sn is equal to summation എന്താണ് വരിക? 1 by square root of k plus 1 plus square root of k എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? summation square root of k plus 1 minus square root of k എന്ന് നമുക്ക് കൊടുക്കാം. കുഴപ്പമുണ്ടോ? ഇല്ല, ഒരു കുഴപ്പമില്ല. എന്താ കുഴപ്പം? ഒരു പ്രശ്നമില്ല. റെഡി? അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? k is equal to 0 to n ആണ്. അത് എല്ലായിടത്തും ഉണ്ട്, ഞാൻ എല്ലായിടത്തും കൊടുത്തിട്ടില്ല എന്നേ ഉള്ളൂ. ഓക്കെ, എല്ലായിടത്തും അത് എന്തായാലും വരും. റെഡി? ഇനി ഇയാളുടെ അകത്ത് വരുന്ന സമയത്ത് ഇത് നമുക്കൊരു ടെലിസ്കോപ്പിക് സീരീസിനെ പോലെ മാറ്റാൻ പറ്റും നോക്കാം. സോ കേക്ക് 0 കൊടുക്കുകയാണെങ്കിൽ സംഭവിക്കും സ്ക്വയർ റൂട്ട് ഓഫ് 0 + 1 1 വരും, മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 0 വരും 0 കൊടുക്കുകയാണെങ്കിൽ. പിന്നെ പ്ലസ് അടുത്ത് 1 കൊടുക്കുകയാണെങ്കിൽ സംഭവിക്കും സ്ക്വയർ റൂട്ട് ഓഫ് 1 + 1 2 വരും, മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 1 വരും. പ്ലസ് അടുത്ത് 0 കൊടുത്തു 1 കൊടുത്തു 2 കൊടുക്കുകയാണെങ്കിൽ 2 + 1 3 വരും, സ്ക്വയർ റൂട്ട് ഓഫ് 3 മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 2 വരും. 1 നമ്മളെടുത്ത് 0 1 2 കഴിഞ്ഞ് 3 കൊടുക്കുകയാണെങ്കിൽ എന്ത് വരും? സ്ക്വയർ റൂട്ട് ഓഫ് 4 മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 3. ഇങ്ങനെ പോയി ലാസ്റ്റ് വരുന്ന ടേം എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് n + 1 മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് n കൊടുക്കുന്ന സമയത്ത് അല്ലേ? ഇതൊരു ടെലിസ്കോപ്പിക് സീരീസ് പോലെ ക്യാൻസൽ ചെയ്തൂടെ? സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 1. അടുത്തത് സ്ക്വയർ റൂട്ട് ഓഫ് 2 മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 2, സ്ക്വയർ റൂട്ട് ഓഫ് 3 മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 3. അതായത് ഓരോന്നിലെയും ഇപ്പോൾ ഫസ്റ്റ് ആൾ അടുത്തത് ലാസ്റ്റ് ആൾ. ഇവിടെ ഇതിലെ ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ഈ ഒരു എക്സ്പ്രഷനിലെ ഫസ്റ്റ് ആൾ അടുത്തത് ലാസ്റ്റ് ആൾ. അങ്ങനെ കട്ട് ചെയ്ത് ഇവിടുത്തെ ഫസ്റ്റും ഈ ലാസ്റ്റും നമ്മൾ കട്ട് ചെയ്ത് പോകും. ബാക്കി ആരെ അവിടെ ബാലൻസ് ഉണ്ടാവുള്ളൂ? ഇയാളെ കട്ട് ചെയ്യാൻ ആരുമില്ല. ഇയാളെ കട്ട് ചെയ്യണമെങ്കിൽ അടുത്ത ടേം വരണം, പക്ഷെ അത് അവിടെ ഇല്ലല്ലോ. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് n + 1 ബാക്കി ഉണ്ടാവും, സ്ക്വയർ റൂട്ട് ഓഫ് 0 ഉണ്ടാവും. ഇതിന് പ്രത്യേകിച്ച് എഫക്റ്റ് ഇല്ല. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് n + 1 മാത്രമേ ഉണ്ടാവുക. സ്ക്വയർ റൂട്ട് ഓഫ് n + 1.
റെഡി അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എസ് എൻ എന്ന് പറയുന്ന ആൾ എന്തായിട്ട് മാറി? സ്ക്വയർ റൂട്ട് ഓഫ് എൻ പ്ലസ് വൺ ആയിട്ട് മാറി. ഞാൻ അടുത്ത പേജിലോട്ട് കൊടുക്കാം. എസ് എൻ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എൻ പ്ലസ് വൺ. അങ്ങനെയാണെങ്കിൽ എസ് എൻ മൈനസ് വൺ എന്തായിരിക്കും? എന്നിന് പകരം എൻ മൈനസ് വൺ കൊടുക്കുക. അപ്പോൾ എൻ മൈനസ് വൺ പ്ലസ് വൺ അഥവാ സ്ക്വയർ റൂട്ട് ഓഫ് എൻ ആയിരിക്കും. ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്? കാണേണ്ടത് സിഗ്മ എൻ ഇസ് ഈക്വൽ ടു 1 to 99. ഓക്കെ, അതായത് സമ്മേഷൻ എൻ ഇസ് ഈക്വൽ ടു 1 to 99 1/Sn പ്ലസ് എസ് എൻ മൈനസ് വൺ ആണ്. അപ്പോൾ നമുക്ക് എന്ത് കാണണം? എന്നിൻ്റെ വാല്യൂ 1 മുതൽ 99 വരെയാണ് പോകുന്നത് അല്ലേ? 1 മുതൽ 99 വരെയാണ് പോകുന്നത്. 1 ബൈ എന്ത് വരും? എസ് എൻ സ്ക്വയർ റൂട്ട് ഓഫ് എൻ പ്ലസ് വൺ പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് എൻ. ഓക്കെ, ജസ്റ്റ് ഇതിനകത്തുള്ള ആളുണ്ടല്ലോ ഈ 1 ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എൻ പ്ലസ് വൺ പ്ലസ് എൻ, ഇയാൾ നേരത്തെ ചെയ്ത പോലെ ഒന്ന് റാഷണലൈസ് ചെയ്യുകയാണെങ്കിൽ സംഭവിക്കും സ്ക്വയർ റൂട്ട് ഓഫ് എൻ പ്ലസ് വൺ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് എൻ വെച്ചിട്ട് ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ന്യൂമറേറ്റർ എന്തായിട്ട് മാറും? സ്ക്വയർ റൂട്ട് ഓഫ് എൻ പ്ലസ് വൺ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് എൻ ഡിവൈഡ് ബൈ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എന്താ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. ഇവിടെ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് എൻ പ്ലസ് വൺ ആണ്, ബി എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് എൻ ആണ്. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് എൻ പ്ലസ് വണ്ണിൻ്റെ സ്ക്വയർ എൻ പ്ലസ് വൺ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് എന്നിൻ്റെ സ്ക്വയർ എൻ, രണ്ടും കട്ടായി പോവും. ബാക്കി ഉണ്ടാവുക സ്ക്വയർ റൂട്ട് ഓഫ് എൻ പ്ലസ് വൺ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് എൻ ആണ്. റെഡി അല്ലേ? അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു സമ്മേഷൻ അപ്പോൾ നമുക്ക് എങ്ങനെ ആക്കി പറയാൻ പറ്റും? സമ്മേഷൻ എൻ ഇസ് ഈക്വൽ ടു 1 to 99 സ്ക്വയർ റൂട്ട് ഓഫ് എൻ പ്ലസ് വൺ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് എൻ എന്നുള്ള രീതിയിൽ പറയാം. അപ്പോൾ ഇതിൽ ഇനി ഓരോ വാല്യൂസ് കൊടുക്കുകയാണെങ്കിൽ സംഭവിക്കും 1 കൊടുത്തു. 1 കൊടുക്കുകയാണെങ്കിൽ √2 മൈനസ് √1 പ്ലസ് അടുത്തത് 2 കൊടുത്തു √3 മൈനസ് √2 പ്ലസ് 3 കൊടുത്തു. അപ്പോൾ എന്ത് വരും? റൂട്ട് എന്നിന് പകരം കൊടുക്കുന്നു കേട്ടോ, ഇവിടെ എന്നിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ 3 കൊടുക്കുമ്പോൾ എന്ത് വരും? √4 മൈനസ് √3. അങ്ങനെ പോയി 99 കൊടുക്കുന്ന സമയത്ത് സ്ക്വയർ റൂട്ട് ഓഫ് 100 മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 99. കാരണം എന്താ? 99 പ്ലസ് 1 100, 99. റെഡി അല്ലേ? ഇനി നോക്കിയേ, ഇതും ടെലിസ്കോപ്പിക് സീരീസ് ആണ്. ഇവിടെ √2 മൈനസ് √2 കട്ട് ചെയ്ത് പോകും. ഇവിടെ √3 മൈനസ് √3 കട്ട് ചെയ്ത് പോകും. അങ്ങനെ എല്ലാവരും കട്ട് ചെയ്ത് ഈ മൈനസ് √99 തൊട്ട് മുമ്പുള്ള √99 കട്ട് ചെയ്ത് പോകും. ബാലൻസ് ആരാ ഉണ്ടാവുക? മൈനസ് √1 പ്ലസ് √100 ഉണ്ടാവും. മൈനസ് √1 എന്ന് പറഞ്ഞാൽ -1 പ്ലസ് മൈനസ് √100 10 -1 പ്ലസ് 10 ഇസ് ഈക്വൽ ടു 9. സോ ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും വരിക? ആൻസർ എന്തായിരിക്കും വരിക? 9 എന്നുള്ളതാണ് ആൻസർ വരിക. ആൻസർ 9 ആണ്. ഓക്കെ, എന്തായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്? ഈ ഒരു എക്സ്പ്രഷൻ, ഈ ഒരു സമ്മേഷൻ എത്രയാണെന്നുള്ളതാണ്. ആൻസർ എന്താണ് വരിക? 9 ആണ് വരിക. ക്ലിയർ ആയോ? ഓക്കെ, ഇപ്പോൾ IOQന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഡിജിറ്റ്സ് ആയിട്ടുള്ള, അത് ഇൻഡിജേഴ്സ് ആയിട്ടുള്ള വാല്യൂസ് ആണ് വരിക, ഇൻഡിജേഴ്സ് തന്നെയാണ് വരിക. അപ്പോൾ മുന്നേ ചില ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ ആൻസർ ഫൈനൽ എത്തുമ്പോൾ നമുക്ക് എക്സ്പ്രഷൻസ്, ഓൾജിബ്രാക് എക്സ്പ്രഷൻസ് ഒക്കെ ആൻസർ കിട്ടുന്ന കേസ് ഉണ്ട്. നമുക്ക് കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. അതിൽ എന്തെങ്കിലും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടോ മറ്റോ ഒക്കെ ആയിരിക്കും നമുക്ക് ഫൈനൽ ആൻസറിലൂടെ എത്തേണ്ടി വരിക ഒറിജിനൽ എക്സാമിന് വരുമ്പോൾ. അതുകൊണ്ടാണ് ഇതിൽ കറക്റ്റ് എന്ത് ചെയ്തത് കണ്ടോ, ഒരു വാല്യൂ, കറക്റ്റ് ഒരു ഇൻഡിജർ വാല്യൂ വരാൻ കാരണം എന്താ? IOQന്റെ എക്സാമിന് 0 മുതൽ 99 വരെയുള്ള ഏത് വാല്യൂസ് വേണമെങ്കിലും ആൻസർ ആയിട്ട് വരാം അല്ലേ? യെസ്, ആ ഒരു രീതിയിൽ വരുന്നതുകൊണ്ടാണ്. റെഡി? ഓക്കെ, ഇനി അടുത്ത കുറച്ച് കോൺസെപ്റ്റ്. എൻ അരിത്തമെറ്റിക് മീൻസ് ബിറ്റ്വീൻ 2 നമ്പേഴ്സ്. ഓക്കെ, അതായത് എന്താണ് അരിത്തമെറ്റിക് മീൻ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇഫ് 3 ടേംസ് ആർ ഇൻ AP, 3 ടേംസ് ഇപ്പോൾ ABCയോ അല്ലെങ്കിൽ ഏതെങ്കിലും 3 ടേംസ് AP ആണെങ്കിൽ ദെൻ ദ മിഡിൽ ടേം ഈസ് കോൾഡ് AM അഥവാ അരിത്തമെറ്റിക് മീൻ ബിറ്റ്വീൻ ദ അതർ 2. സോ ഇഫ് A, B, C ആർ ഇൻ AP ദെൻ B ഈസ് AM അഥവാ അരിത്തമെറ്റിക് മീൻ ഓഫ് A ആൻഡ് C. എയുടെയും സിയുടെയും അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്ന ആരാണ്? അത് B ആണ്. നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം AM ഓഫ് A ആൻഡ് C ഈസ് ഈക്വൽ ടു A പ്ലസ് C ബൈ 2 ദാറ്റ്സ് ഈക്വൽ ടു B. ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതായിരിക്കും, മുന്നേ പല ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ നെക്സ്റ്റ് ലെവൽ കാര്യമാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ബേസിക് കാര്യം അറിയണം എന്നുള്ളത് കൊണ്ടാണ് ഇതിവിടെ മെൻഷൻ ചെയ്തത്. അപ്പോൾ അരിത്തമെറ്റിക് മീൻ എന്താണെന്ന് അറിയണം. അരിത്തമെറ്റിക് മീൻ ഇപ്പോൾ 3 നമ്പേഴ്സ് ആണെങ്കിൽ അവർ കോൺസിക്യൂട്ടീവ് ആയുള്ള 3 ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ മിഡിൽ വരുന്ന ആളെന്ത് ചെയ്യാം? അരിത്തമെറ്റിക് മീൻ ആയിട്ട് പറയാം. മോർ ദാൻ 3 ആണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ പറയും. ഓക്കെ, മോർ ദാൻ 3 വരെയാണ് എന്ത് ചെയ്യും എന്നുള്ളത് നമ്മൾ പറയും. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഇഫ് A, B എനി 2 ഗിവൺ നമ്പേഴ്സ്, എയും ബിയും ഏതോ 2 നമ്പേഴ്സ് ആണ്, ആൻഡ് സ്മോൾ ലെറ്റർ A, A1, A2, A3 up to AN, B are in AP. Then capital A1, A2, A3 up to AN are the n AMs between A and B. അതായത് നേരത്തെ കേസിൽ നമ്മൾ കണ്ടു 2 ആൾക്കാരിൽ ഒരു അരിത്തമെറ്റിക് മീൻ വരുന്നത്, പക്ഷേ മൾട്ടിപ്പിൾ അരിത്തമെറ്റിക് മീൻ പോസിബിൾ ആണ്. അതാണ് ഇവിടെ പറഞ്ഞത്. ഇവരെല്ലാവരും APയിലാണ് എന്നുണ്ടെങ്കിൽ ഇവരുടെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരുന്ന അരിത്തമെറ്റിക് മീൻസ് ആണ് ഇവരെല്ലാവരും. n അരിത്തമെറ്റിക് മീൻസ് അവിടെ ഉണ്ടാവും. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഓരോ ടേംസിനെ ഇപ്പോൾ ഫസ്റ്റ് A1 എന്ന് പറഞ്ഞാൽ ഇതിനെ തൊട്ടടുത്ത് വരും, സെക്കൻഡ് ടേമാണ്. അപ്പോൾ ഫസ്റ്റ് ടേം പ്ലസ് ഒരു കോമൺ ഡിഫറൻസ്. A2 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം പ്ലസ് 2 കോമൺ ഡിഫറൻസ്. A3 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം പ്ലസ് 3 കോമൺ ഡിഫറൻസ്. A എന്ന് പറഞ്ഞാൽ A പ്ലസ് ND. എന്തുകൊണ്ട് A പ്ലസ് N-1D വരാത്തത്? ഇത് ജനറൽ ടേം ആയിട്ട്
അല്ല പറയുന്നത്. ഇത് ഈ ഒരു കേസിൽ ഓരോ പൊസിഷൻ വരുമ്പോൾ ഉള്ള ടേംസ് ആണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ കൊടുക്കാൻ പറ്റും. പിന്നെ ഈ ANൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ AN ഇസ് ഇക്വൽ ടു A പ്ലസ് ND എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. നമ്മൾ പറഞ്ഞു അല്ലേ, A1 എന്ന് പറഞ്ഞാൽ A പ്ലസ് ഒരു കോമൺ ഡിഫറൻസാണ്. ഇതിനകത്ത് ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി. ഇയാളുടെ കൂടെ 2 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ A2 കിട്ടും. ഇയാളുടെ കൂടെ N കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ AN കിട്ടും. ഇനി ANനെ വേണമെങ്കിൽ ഇങ്ങനെയും പറഞ്ഞൂടെ, ഈ B എന്ന് പറയുന്നത് നെക്സ്റ്റ് ടേം അല്ലേ, അത് AN കഴിഞ്ഞാൽ നെക്സ്റ്റ് ടേമാണ്. അപ്പോൾ Bയിൽ നിന്നൊരു കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആര് കിട്ടും? AN കിട്ടും. അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇയാളെ B മൈനസ് D എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ രണ്ട് ആളുകളെയും വെച്ചിട്ട് ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഞാൻ ഈക്വൽ ടു ഉണ്ട്, B ഇവിടെ ഉണ്ട്, A അങ്ങോട്ട് കൊണ്ടുപോയാൽ -C ആയിട്ട് മാറും, ND ഇവിടെ ഉണ്ട്, -D ഇങ്ങോട്ട് വന്നാൽ +D ആയിട്ട് മാറും. D രണ്ടിടത്തും കോമൺ ആണ്. അപ്പോൾ D × n+1 ഇസ് ഈക്വൽ ടു B മൈനസ് A. അപ്പോൾ D ഇസ് ഈക്വൽ ടു B മൈനസ് A ബൈ n+1. ഇപ്പോൾ കോമൺ ഡിഫറൻസിന് വേണമെങ്കിൽ ഇങ്ങനെയും പറയാം. കോമൺ ഡിഫറൻസിന് വേണമെങ്കിൽ ഇങ്ങനെയും പറയാം. അതായത് ഇവിടെയുള്ള ഈ ഒരു ബിയും എയും ഫസ്റ്റ് വരുന്ന ഈ 2 നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് B മൈനസ് A ഡിവൈഡ് ബൈ n+1 ചെയ്ത് കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് കിട്ടും. റെഡി അല്ലേ? ഇനി അത് വെച്ചിട്ട് വേണമെങ്കിൽ ഇപ്പോൾ A പ്ലസ് ഒരു D അല്ലേ, ഈ ഡിക്ക് പകരം എന്ത് ചെയ്യാം, B മൈനസ് A ബൈ n+1 കൊടുത്തിട്ട് നമുക്ക് ഫസ്റ്റ് ആ ഒരു A1 എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം അല്ല സെക്കൻഡ് ടേം ആണ് അല്ലേ, ക്യാപിറ്റൽ A1 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സെക്കൻഡ് ടേം ആണ്. സെക്കൻഡ് ടേമിനെ A പ്ലസ് B മൈനസ് A ബൈ n+1 എന്ന് പറയാം. അതുപോലെ തന്നെ A2നെ A പ്ലസ് 2 × B മൈനസ് A ബൈ n+1 എന്ന് പറയാം. ഓക്കെ, ഇവിടെ ഇത് ടൈപ്പിംഗ് എറർ ആണ്, 2 ഇവിടെ അല്ല വരേണ്ടത്, 2 ഇവിടെ വരും. ഓക്കെ, 2 × B മൈനസ് A ബൈ n+1 എന്ന് പറയാം. ക്ലിയർ അല്ലേ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. യെസ്. ഇനി sum of n aims inserted between A and B is equal to n times single aim between A and B. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവരുടെ ഇൻബിറ്റ്വീൻ ആയിട്ടുള്ള ഇങ്ങനെ ഒരുപാട് എയിമുകൾ ഉണ്ടല്ലോ ഇവരുടെ ഇൻബിറ്റ്വീൻ ആയിട്ട്, ഇവരുടെ സം എന്ന് പറയുന്ന ആളെ നിങ്ങൾക്ക് n ടൈംസ് ഇവരുടെ എയുടെയും ബിയുടെയും ഇൻബിറ്റ്വീൻ ആയിട്ടുള്ള കറക്റ്റ് സെൻട്രലായിട്ട് വരുന്ന ഒരു സിംഗിൾ എയിമിൻ്റെ n ടൈംസ് ആയിട്ട് പറയാൻ പറ്റും. അതായത് സിഗ്മ R is equal to 1 to n AR is equal to n into capital A എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. n into capital A എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. റെഡി? വേർ A is the single aim between A and B. എയുടെയും ബിയുടെയും ഇൻബിറ്റ്വീൻ ആയിട്ട് വരുന്ന സിംഗിൾ എയിം. അത് നമുക്ക് മൾട്ടിപ്പിൾ എയിമുകൾ അതിൻ്റെ ഇൻബിറ്റ്വീൻ കൊണ്ടുവരാം, പക്ഷേ സിംഗിൾ ആയിട്ട് ഒരാൾ വരികയാണെങ്കിൽ അയാളുടെ n ടൈംസ് ആയിരിക്കും എന്ത്, അവരുടെ സം. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് തിയറി മനസ്സിലാക്കി വെക്കുക. നമ്മളിനി കൂടുതലായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് വേറെയും ക്ലാസ്സുകളിലൊക്കെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഐഡിയ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് വരും. ഓക്കെ, ഇനി ജോമെട്രിക് മീൻ ഇത് സിമിലർ കേസിൽ പറയാൻ പറ്റും. എന്താ ജോമെട്രിക് മീൻ നിങ്ങൾക്ക് അറിയാം, ABCR GPയിലാണെങ്കിൽ B is the GM between A and C. സെൻട്രൽ വരുന്ന B തന്നെയാണ് എന്തായിട്ട് പറയാം, നമ്മൾ GM ജോമെട്രിക് മീൻ ആയിട്ട് പറയാം. പക്ഷേ ഒരു ഡിഫറൻസ് ഉണ്ട്. എന്താണ്? നേരത്തെ അരിത്തമെറ്റിക് മീൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു A പ്ലസ് C ബൈ 2 ചെയ്യുമ്പോഴാണ് B കിട്ടുക. പക്ഷേ ജോമെട്രിക് മീൻ അങ്ങനെയല്ല, എയും സിയും മൾട്ടിപ്ലൈ ചെയ്താൽ ബിയുടെ സ്ക്വയർ ആണ് കിട്ടുക. അതായത് B കിട്ടണമെങ്കിൽ B is equal to square root of AC ആണ്. B is equal to square root of AC ആണ്. സോ GM of A and C is equal to square root of AC is equal to B എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. റെഡി അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഐഡിയ. ഇനി n ജോമെട്രിക് മീൻ വരുന്ന കേസ്, ഇഫ് A, B are 2 given positive numbers A, G1, G2, Gn, B, അത്രയും ആളുകൾ ഇതിനകത്തുണ്ട്. R in GP, ഇവരെല്ലാവരും GPയിലാണെങ്കിൽ G1, G2, G3 up to Gn are n GMs between A and B. നേരത്തെ AMs പറഞ്ഞതുപോലെ തന്നെ GMസും എന്ത് ചെയ്യാം നമുക്ക് പറയാൻ പറ്റും. ഇനി ഓരോ ടേംസ് എങ്ങനെയാണ് വരിക എന്നുള്ളത് നമുക്ക് സിമ്പിളി പറയാൻ പറ്റും. B എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ n+1 ടേംസ് ഇവിടെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടെ AR⁻n+1, അതുപോലെ R is equal to B by A all raised to 1 by n+1 എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, കൺവേർട്ട് ചെയ്ത് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ ഓരോ കേസുകൾ, ഇപ്പോൾ ഇവിടെ G1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേം അല്ല, അത് സെക്കൻഡ് ടേം ആണ് അല്ലേ. അപ്പോൾ Gn എന്ന് പറയുമ്പോൾ nth ടേം അല്ല, അത് n+1th ടേമാണ്. B എന്ന് പറയുമ്പോൾ n+2th ടേമാണ് അല്ലേ. അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, n+2 ടേംസ് അവിടെ വരുന്നതുകൊണ്ടാണ് ഇവിടെ n+1 വരാൻ കാരണം. കാരണം A⁻n−1 ആണ് യൂഷ്വലി നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, അവിടെ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്നതാണിത്. അതായത് B is equal to AR⁻n+1 ആണെങ്കിൽ A വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ B by A is equal to R⁻n+1 ആണ്. ഇനി നിങ്ങൾക്ക് B by A all raised to 1 by n+1 എടുക്കുകയാണെങ്കിൽ എന്ത് കിട്ടും, R കിട്ടും അല്ലേ. R² ആണെങ്കിൽ സ്ക്വയർ റൂട്ട് എടുക്കും. സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോൾ പവർ 1/2 ആണ്. ക്യൂബ് റൂട്ട് എന്ന് പറയുമ്പോൾ പവർ 1/3 ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ പവർ 1 by n+1 വരണം. അതേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഓരോ ടേംസ് എന്ത് ചെയ്യാൻ പറ്റും, G1, G2, Gn ഒക്കെ നിങ്ങൾക്ക് ആ R എന്നുള്ളതിന് പകരം, ആ കോമൺ റേഷ്യോക്ക് പകരം ഈ ഒരു എക്സ്പ്രഷൻ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ എഴുതാൻ പറ്റും. അത്രയേ ഉള്ളൂ. അല്ല ഇതിൽ അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ അധികം അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. റെഡി? ഇനി ജസ്റ്റ് ആ ഒരു കോൺസെപ്റ്റ് ഇവിടെ ഒന്ന് ജസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുത്തേ ഉള്ളൂ. ഇതേപോലെ തന്നെ ഇനി അതിൻ്റെ പ്രൊഡക്റ്റ് വരികയാണെങ്കിൽ, നേരത്തെ നമ്മൾ എന്ത് ചെയ്തു, അരിത്തമെറ്റിക് മീനിൻ്റെ സമ്മിൻ്റെ കേസ് പറഞ്ഞു.
സം വരുമ്പോൾ എന്താണ് n ടൈംസ് എ സിംഗിൾ എ എം ബിറ്റ്വീൻ എ ആൻഡ് ബി എന്ന് പറഞ്ഞു. അതേപോലെ ദ പ്രൊഡക്റ്റ് ഓഫ് n GMs ബിറ്റ്വീൻ എ ആൻഡ് ബി ഈസ് ഈക്വൽ ടു nth പവർ ഓഫ് ദി സിംഗിൾ GM ബിറ്റ്വീൻ എ ആൻഡ് ബി. അതായത് ഇത് സമ്മേഷൻ നമ്മൾ യൂഷ്വൽ സിഗ്മ എന്ന് പറയുന്ന സിമ്പിളാണ് യൂസ് ചെയ്യുക അല്ലേ, സിഗ്മ എന്ന് പറയുന്ന സിമ്പിൾ സമ്മേഷൻ യൂസ് ചെയ്യും. ഇവിടെ എന്താ ഈ പൈ പോലുള്ള സിമ്പിൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, പ്രൊഡക്റ്റ് ആർ ഇസ് ഇക്വൽ ടു 1 to n GR, അത് G1 into G2 into G3 into up to Gn വരെ ആണെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ G എന്ന് പറഞ്ഞാൽ ഇവരുടെ G ഇസ് ദ സിംഗിൾ GM ബിറ്റ്വീൻ എ ആൻഡ് ബി ആണ്. അതിൻ്റെ പവർ n ഇട്ട് കൊടുത്താൽ മതി, റെഡി അല്ലേ? അപ്പോൾ ഈ കോൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ ഹാർമോണിക് മീൻ്റെ കേസിൽ ഹാർമോണിക് മീൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ജസ്റ്റ് ക്വിക്കായിട്ട് മനസ്സിലാക്കുക. ABC are in HP, then B is HM between A and C. അങ്ങനെയാണെങ്കിൽ അത് ആ ഒരു ബിയുടെ വാല്യൂ വരുന്നത് 2 into A into C by A plus C ആയിരിക്കും. എന്താണ് ഹാർമോണിക് മീൻ എന്ന് നിങ്ങൾക്ക് അറിയാം. ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ എല്ലാ ടേംസിനെയും റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ അത് ഹാർമോണിക് പ്രോഗ്രഷൻ ആവും, HP ആയിട്ട് മാറും. അതിൻ്റെ ഹാർമോണിക് മീൻ കാണണം എന്നുണ്ടെങ്കിൽ 3 ആളുകളുണ്ടെങ്കിൽ, HP-യിലുള്ള 3 കോൺസിക്യൂട്ടീവ് ആളുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 3 ആളുകൾ HP-യിലുള്ള 3 പേരുണ്ടെങ്കിൽ അവർ ആ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണിക്കാൻ പറ്റും. ഇത് ഓൾറെഡി നിങ്ങൾ മുന്നേ ക്ലാസ്സിൽ കവർ ചെയ്ത കാര്യമായിരിക്കും, അതുകൊണ്ടാണ് ക്വിക്കായിട്ട് ഞാൻ കവർ ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇനി NHMs വരുന്ന കേസിൽ നേരത്തെ പറഞ്ഞ പോലെ NHMs വരുന്ന കേസിൽ A, H1, H2, H3 അങ്ങനെ B വരെ വരുന്ന കേസിലാണെങ്കിൽ ഈ ഓരോ ആളുകളുടെയും റെസിപ്രോക്കൽ എടുത്താൽ അവരെന്തായിട്ട് മാറും, AP ആയിട്ട് മാറും അല്ലേ. A 1/A, 1/H1, 1/H2 അങ്ങനെ ഓരോരുത്തരെയും റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ അയാൾ ഒരു AP ആയിട്ട് മാറും. AP ആയി മാറിക്കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ മുന്നേ പഠിച്ചതുപോലെയുള്ള ഇക്വേഷൻസ്, ജനറൽ ടേം കാണാനുള്ള ഇക്വേഷൻസ്, ഫസ്റ്റ് ടേം കാണാനുള്ളത്, nth ടേം കാണാനുള്ളത്, സെക്കൻഡ് ടേം കാണാനുള്ളത്, അങ്ങനെയുള്ള ഇക്വേഷൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ A+n-1D എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിലോട്ട് മാറാൻ പറ്റും. അപ്പോൾ ഇവിടെ ലാസ്റ്റ് ടേം 1/B is equal to 1/A plus n+1 into D വരാൻ കാരണം എന്താ, A+n-1D എന്നുള്ളതാണ് ഫസ്റ്റ് ടേം പ്ലസ് n-1 ഇൻറ്റു കോമൺ ഡിഫറൻസ് ആണ്. പക്ഷേ ഇത് n+2th ടേമാണ്, n+2 ടേംസ് അവിടെയുണ്ട്. കാരണം ഇത് ഫസ്റ്റ് ടേമാണ്, ഇത് സെക്കൻഡ് ആണ്, ഇത് തേർഡ് ആണ്, ഇത് ഫോർത്ത് ആണ്, ഇത് ഫിഫ്ത്ത്, ഇത് ഇവിടെ ഫിഫ്ത്ത് ആണ്, ഇത് n+1th ആണ്, ഈ ടേം n+1th ആണ്, ഇത് n+2th ടേമാണ്. അതുകൊണ്ടാണ് ഇവിടെ n+1D വരാൻ കാരണം. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, കോമൺ ഡിഫറൻസിന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കി എടുത്തിട്ട് നേരത്തെ കോമൺ ഡിഫറൻസിന് പകരം വേണമെങ്കിൽ ആ എക്സ്പ്രഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന രീതിയിലും മാറ്റാൻ പറ്റും. ഓക്കെ, ഇത് ജസ്റ്റ് നിങ്ങൾ ക്വിക്കായിട്ട് മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ഡീപ്പായിട്ട് ഇതിലോട്ട് പോകാത്ത എന്താ വെച്ചാൽ വല്ലാതെ നമ്മൾ ഡീപ്പായി പോയി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും, ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അധികം ഡീപ്പായിട്ട് പോകാതെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കോൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ എല്ലാം ഒരേ സ്ട്രക്ചറിൽ തന്നെയാണ് പോകുന്നത്. AM, GM, HM ഓൾറെഡി നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ ഒരു ഫർദർ അപ്ഡേഷൻസ് അല്ലെങ്കിൽ ഫർദർ കുറച്ചും കൂടെ കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് പറയുന്നതാണ്. റെഡി? യെസ്. ഇനി ഇതിൽ പറയുന്ന കുറച്ച് പോയിന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട പോയിന്റ്സ് ആണ്. മുന്നേ പറഞ്ഞതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയുള്ള കുറച്ച് പോയിന്റ്സ് ആണ് ഇവിടെ പറയുന്നത്. If A, G, H are respectively AM, GM, HM between two positive numbers A and B. ഓക്കെ, 2 പോസിറ്റീവ് നമ്പേഴ്സിൻ്റെ അരിത്തമെറ്റിക് മീൻ, ജോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ ആണ് AGH എന്ന് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ G² is equal to A into H ആണ്. ഓക്കെ, AGH കോൺസ്റ്റിറ്റ്യൂട്ട് GP, അത് G² is equal to AH ആണ്. അവർ 3 പേരും Aയും Gയും Hഉം ഒരു GPയിലായിരിക്കും. അതുകൊണ്ടാണ് G² is equal to AH വരുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തൊരു പ്രോപ്പർട്ടി A greater than or equal to G greater than or equal to H ആയിരിക്കും. അതായത് 2 നമ്പേഴ്സിൻ്റെ അരിത്തമെറ്റിക് മീൻ, ജോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും സ്മോളർ നമ്പർ ഹാർമോണിക് ആയിരിക്കും, ഏറ്റവും ഗ്രേറ്റർ നമ്പർ അരിത്തമെറ്റിക് മീൻ ആയിരിക്കും. ഓക്കെ, ജോമെട്രിക് മീൻ ഇൻ ബിറ്റ്വീൻ ആയിരിക്കും. ഇനി Aയും Gയും Hഉം ഈക്വൽ ആവും എപ്പോഴോ, Aയും Bയും നമ്പേഴ്സ് ഈക്വൽ ആണെങ്കിൽ. ഇവർ ഈ 2 നമ്പേഴ്സ് ഈക്വൽ ആണെങ്കിൽ അവർ 3 പേര് ഈക്വൽ ആയിരിക്കും. റെഡി? ഇനി അടുത്തൊരു കേസ്, ഇപ്പോൾ ഇതുവരെ നമ്മൾ 3 പേര് വരുന്ന കേസൊക്കെയാണ് പറഞ്ഞത്. 3 പേര് വരികയാണെങ്കിൽ എങ്ങനെയാണ് ജോമെട്രിക് മീൻ, എങ്ങനെയാണ് ഹാർമോണിക് മീൻ, എങ്ങനെയാണ് അരിത്തമെറ്റിക് മീൻ? മോർ ദാൻ 3 ആളുകൾ വരികയാണെങ്കിലോ, അതായത് let A1, A2, A3 up to AN be n positive real numbers, then we define their arithmetic mean, geometric mean and harmonic mean as. അത് നിങ്ങൾക്ക് 3 പേരിലുള്ളത് n നമ്പർ ഓഫ് ആളുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരുടെ അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ അവരെല്ലാവരെയും തമ്മിൽ ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ എത്രയാണോ നമ്പർ ഡിവൈഡ് ചെയ്യാം. A1 plus A2 plus A3 plus up to n by n. ആവറേജ് അത് തന്നെയാണ് അരിത്തമെറ്റിക് മീനായിട്ട് ഓർത്താൽ മതി, ആവറേജ് കാണുന്ന പോലെ. ജോമെട്രിക് മീൻ ആണെങ്കിൽ അവരെല്ലാ ടേംസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, all raised to 1/n. n ടേംസ് ആണെങ്കിൽ all raised to 1/n ഇട്ട് കൊടുക്കുക. ഹാർമോണിക് മീൻ ആണെങ്കിൽ n ഡിവൈഡ് ബൈ 1/A1 plus 1/A2 plus up to 1/n വരെ. ഇതാണ് ഹാർമോണിക് മീൻ. മോർ ദാൻ 3, മോർ ദാൻ 4, മോർ ദാൻ 5 അങ്ങനെ എന്നീ നമ്പർ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോർമുല യൂസ് ചെയ്യാൻ പറ്റും. ഈ 3 ആളുകൾ വരികയാണെങ്കിലും നിങ്ങൾക്ക് ഈ ഫോർമുല യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിലോട്ട് തന്നെ അത് കൺവേർട്ട് ചെയ്ത് വരും. റെഡി അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇറ്റ് ക്യാൻ ബി ഷോൺ ദാറ്റ് A greater than equal to G greater than equal to H. Moreover, equality holds at either place if and only if A1 is equal to A2 is equal to A up to AN. ഓക്കെ, അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ 2 ആളുകൾ വരുന്ന സമയത്ത് ഈ പ്രോപ്പർട്ടി പറഞ്ഞു. ആ പ്രോപ്പർട്ടി എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെയും ഇത്രയും കൂടുതൽ ആളുകൾ വരികയാണെങ്കിലും, മോർ ദാൻ 3 ആളുകൾ അല്ലെങ്കിൽ മോർ ദാൻ 2 ആളുകൾ വരികയാണെങ്കിലും ആ പ്രോപ്പർട്ടി ഇവിടെയും സ്റ്റാൻഡ് ചെയ്യും. മാത്രമല്ല ഇവർ 3 പേരും ഈക്വൽ ആവണമെന്നുണ്ടെങ്കിൽ അതിലുള്ള ആ വാല്യൂസ് എല്ലാവരും ഈക്വൽ ആവണം.
ഇവിടെ എയും ബിയും ഈക്വൽ ആകുമ്പോഴാണ് ഇവർ ഈക്വൽ ആവുക എന്ന് പറഞ്ഞു. ഈ കേസിൽ എന്ത് ചെയ്യണം? ഇവരെല്ലാവരും ഈക്വൽ ആവണം. ഈ വാല്യൂസ് എല്ലാവരും ഈക്വൽ ആണെങ്കിൽ എയും ജിയും എച്ചും ഇവർ 3 പേരും ഈക്വൽ ആയിരിക്കും. അല്ലെങ്കിൽ ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യും. എ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ജി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എച്ച് എന്ന് പറയുന്ന കണ്ടീഷൻ ഹോൾഡ് ചെയ്യും. റെഡി? നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഒന്നും കൂടെ ഇതിലൊരു ഐഡിയ, കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി വരും. എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? ഇഫ് 2x³ + ax² + bx + 4 = 0. ഓക്കെ, അവിടെ നമുക്കൊരു ക്യൂബിക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. എ ആൻഡ് ബി ആർ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്, has 3 real roots, then prove that a plus b greater than or equal to 6 into 2⁻³ plus 4⁻⁻3. ഇതാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഒരു ക്യൂബിക് ഇക്വേഷൻ ഉണ്ട്, അതിനെന്തുണ്ട്? 3 റിയൽ റൂട്ട്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. എയും ബിയും പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ ഇവിടെയുള്ള 2, ഈ കോഎഫിഷ്യൻറ്റ് പോസിറ്റീവ് ആണ്, എ പോസിറ്റീവ് ആണ്, ബി പോസിറ്റീവ് ആണ്, 4 പോസിറ്റീവ് ആണ്. എല്ലാവരും പോസിറ്റീവ് ആണെങ്കിൽ അതിന് കിട്ടുന്ന ആൻസേഴ്സ്, സൊല്യൂഷൻസ് നെഗറ്റീവ് വാല്യൂസ് ആയിരിക്കും. സൊല്യൂഷൻസ് നെഗറ്റീവ് വാല്യൂസ് ആയിരിക്കും. ഓക്കെ, അത് അതിൻ്റെ സൊല്യൂഷൻ്റെ നേച്ചറാണ്. നിങ്ങൾക്ക് ക്വാഡ്രാറ്റിക്കിനൊക്കെ നിങ്ങൾ ഒരുപാട് എക്സാമ്പിൾസ് ചെയ്തിട്ടുണ്ടാകും. ക്വാഡ്രാറ്റിക്കിനൊക്കെ എക്സാമ്പിൾസ് ചെയ്തതുപോലെ തന്നെ ഇതിനും എന്തുണ്ട്? ഇതുപോലത്തെ പ്രയോറിറ്റീസ് ഉണ്ട്, ഇതുപോലത്തെ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. എല്ലാവരും എല്ലാ കോഎഫിഷ്യൻസ് പോസിറ്റീവ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ റൂട്ട്സ് ആയിട്ട് ആൻസേഴ്സ് വരുന്ന ആൾക്കാർ നെഗറ്റീവ് ആയിരിക്കും. ഇതെങ്ങനെ മനസ്സിലാക്കുക? ഇത് നമ്മുടെ റൂട്ട്സും അതുപോലെ തന്നെ കോഎഫിഷ്യൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾക്കറിയാം, അപ്പോൾ ആൽഫ ബീറ്റ ഗാമയാണ് ഇവരുടെ റൂട്ട്സ് എങ്കിൽ, ആൽഫ ബീറ്റ ഗാമയാണെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ =-b/a ആണ്. ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ ഗാമ പ്ലസ് ആൽഫ ഗാമ =c/a ആണ്. ആൽഫ ഇൻറ്റു ബീറ്റ ഇൻറ്റു ഗാമ =-d/a ആണ്. ഓക്കെ, ഇവിടെ എയും ബിയും സി എന്താണ്? ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എയും ബിയും സി ആണോ? അല്ല. ഇവിടുത്തെ എയും ബി സി എന്ന് പറഞ്ഞാൽ ax³ + bx² + cx + d = 0. ഇതാണ് ജനറലി നമ്മൾ പറയാറുള്ള കാര്യം. ഇത് 10th നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പഠിക്കാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് മനസ്സിലാക്കി വെക്കാം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിനും ഇതുപോലത്തെ റിലേഷൻ ഉണ്ട്, ക്യൂബിക്കിനും റിലേഷൻ ഉണ്ട്. അപ്പോൾ ആൽഫ ബീറ്റ ഗാമയാണ് ഇവരുടെ സൊല്യൂഷൻ എങ്കിൽ ഈ രീതിയിലാണ് ഇവരുടെ റിലേഷൻഷിപ്പ് വരിക. ഇവിടെ എ എന്ന് പറഞ്ഞാൽ x³ കോഎഫിഷ്യൻറ്റ്, bx² കോഎഫിഷ്യൻറ്റ്, cx കോഎഫിഷ്യൻറ്റ്, d കോൺസ്റ്റന്റ് ആണ്. റെഡി അല്ലേ? അപ്പോൾ ഈ രീതിയിൽ മാറ്റാൻ പറ്റും. അപ്പോൾ ഇവിടെ ആൽഫയും ബീറ്റയും ഗാമയും നെഗറ്റീവ് ആയിരിക്കും. അത് നിങ്ങൾക്ക് ആ ഒരു പ്രോപ്പർട്ടി ഡയറക്റ്റായിട്ട് പറഞ്ഞു തന്നത് ഈസി ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിൽ ആർക്കെങ്കിലും ഡിറൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഡിറൈവ് ചെയ്യാവുന്നേ ഉള്ളൂ. കാരണം ഇവിടെ എയും ബിയും സിയും ഡി ഒക്കെ ഈ കേസിൽ പോസിറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ ഓരോന്നിലും സൈൻ എങ്ങനെ വരണം എന്നുള്ളത് ഡിറൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അങ്ങനെയാണെങ്കിൽ ഇതിൽ ഓരോരുത്തർക്കും ഇപ്പോൾ ആൽഫ എന്നുള്ളതിന് -x1 കൊടുക്കാം, ബീറ്റ -x2, ഗാമ -x3 അല്ലേ? 3 വാല്യൂസും നെഗറ്റീവ് വാല്യൂസ് ആണ്. x1 x2 x3ൻ്റെ ഇതൊക്കെ പോസിറ്റീവ് വാല്യൂസ് ആണ്. x1 x2 x3 പോസിറ്റീവ് ആണ്. അതുകൊണ്ടാണ് നെഗറ്റീവ് ഇട്ട് കൊടുക്കുമ്പോൾ നെഗറ്റീവ് ആവുന്നത്. ഓക്കെ, അപ്പോൾ x1 x2 x3 പോസിറ്റീവ് ആണ്. പക്ഷേ ഈ നെഗറ്റീവ് ഇട്ട് കൊടുക്കുമ്പോൾ അവരെല്ലാവരും എന്തായിട്ട് മാറും? നെഗറ്റീവ് വാല്യൂസ് ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ ഓരോരോ കണ്ടീഷനിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ് അല്ലേ? ഡിഫറെൻറ്റ് കണ്ടീഷൻ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ സംഭവിക്കും -x1 + -x2 + -x3 = -b/a. മൈനസ് ബി എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ്. അതെന്താണ്? ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് x² കോഎഫിഷ്യൻ്റ്. ഇവിടെ x² കോഎഫിഷ്യൻ്റ് എന്താ? എ ആണ്. അപ്പോൾ -a/a എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എ എന്ന് പറഞ്ഞാൽ x³ കോഎഫിഷ്യൻ്റ്, അത് 2 ആണ്. 2. ഓക്കെ, ഈ രണ്ട് സൈഡിലും എല്ലായിടത്തും നെഗറ്റീവ് ഉണ്ട് അല്ല? ഇവിടെ നെഗറ്റീവ് 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 നെഗറ്റീവ്, എല്ലാ നെഗറ്റീവ് നമുക്ക് ഒറ്റ ക്യാൻസൽ ഇവിടെ ക്യാൻസൽ ചെയ്യാം. ബാക്കി ആരുണ്ടാവുക? x1 + x2 + x3 = a/2 അല്ല? x1 + x2 + x3 = a/2. സിമിലർലി നിങ്ങൾക്ക് ഇവർ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ഈ ഒരു സെക്കൻഡ് പ്രോപ്പർട്ടി എന്താ വരിക? -x1 × -x2 + -x2 × -x3 + -x1 × -x3 = c/a. c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് c. ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആരാ? b ആണ്. b/a എന്ന് പറഞ്ഞാൽ x³ കോഎഫിഷ്യൻ്റ് 3 ആണ്, 2 ആണ്, b/2. അപ്പോൾ ഇവിടെ -x1 × x2 x1 x2 പോസിറ്റീവ് ആവും. അടുത്ത x2 x3 അതും പോസിറ്റീവ് ആവും. കാരണം രണ്ട് നെഗറ്റീവുകൾ വരുമ്പോൾ എല്ലായിടത്തും പോസിറ്റീവ് ആവും. b/2. ഓക്കെ, ഈ രണ്ട് കണ്ടീഷൻ എല്ലാവരും ക്ലിയർ അല്ലേ? ഇനി തേർഡ് കണ്ടീഷനിലോട്ട് വരികയാണെങ്കിൽ തേർഡ് എന്താണ്? x1 × x2 × x3. ഓക്കെ, എല്ലാത്തിനും മൈനസ് ഉണ്ട്. -x1 × -x2 × -x3 = -d. d എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ടേം. ഇവിടുത്തെ കോൺസ്റ്റന്റ് ടേം 4 ആണ്. 4/a എന്താണ്? 2 ആണ്. 4/2 എന്ന് വരും. ഓക്കെ, ഇവിടെ സംഭവിക്കുക ഈ നെഗറ്റീവ് കൂടി പോസിറ്റീവ് ആവും. പിന്നെയും ഒരു നെഗറ്റീവ് ബാക്കി ഉണ്ടാവും. അപ്പോൾ -x1 x2 x3 = -4/2 -2. രണ്ട് സൈഡിൽ നിന്ന് നെഗറ്റീവ് ക്യാൻസൽ ചെയ്യാൻ ബാക്കി ഉണ്ടാവുക x1 x2 x3
മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇസ് ഈക്വൽ ടു 2. ഓക്കെ, ഈ 3 കണ്ടീഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. റെഡി അല്ലേ? സിമ്പിളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി തൊട്ട് മുന്നേ നമ്മൾ പഠിച്ച ഒരു കോൺസെപ്റ്റ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവാണ്. എം ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി എം. അരിത്തമെറ്റിക് മീൻ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി എം. അപ്പോൾ ഞാനിവിടെ x1 x2 x3 ഇവരുടെ അരിത്തമെറ്റിക് മീനും ജോമെട്രിക് മീനും ആണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ അരിത്തമെറ്റിക് മീൻ എന്താ 3 ആളുകൾ വരികയാണെങ്കിൽ x1 പ്ലസ് x2 പ്ലസ് x3 ഡിവൈഡ് ബൈ 3 ആണ് അരിത്തമെറ്റിക് മീൻ. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി എം എന്താണ്, x1 ഇൻറ്റു x2 ഇൻറ്റു x3 ഓൾ റേസ് ടു 1/3 ആണ്. കാരണം എന്താ, നേരത്തെ പഠിച്ചിട്ടുണ്ട്, n ആളുകളുണ്ടെങ്കിൽ അവർ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഓൾ റേസ് ടു 1/n. ഇവിടെ 3 ആളുകളുള്ളത്, അവർ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഓൾ റേസ് ടു 1/3. ഇനി x1 പ്ലസ് x2 പ്ലസ് x3യുടെ വാല്യൂ നിങ്ങൾക്ക് അറിയാലോ, എന്താണ്, a/2 ആണ്. അതായത് അതിനാണ് അവിടെ കണ്ടുപിടിച്ച് വെച്ചത്. x1 പ്ലസ് x2 പ്ലസ് x3 a/2 ആണ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, a/2 ഓൾ ഡിവൈഡ് ബൈ 3 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു x1 ഇൻറ്റു x2 ഇൻറ്റു x3ൻ്റെ വാല്യൂ അതിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടില്ലേ, ഇവർ 3 പേര് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 ആണ്. അപ്പോൾ അതിവിടെ ഇട്ട് കൊടുക്കാം 2 റേസ് ടു 1/3. സോ a/2 ഓൾ ഡിവൈഡ് ബൈ 3 എന്ന് പറയുമ്പോൾ 2 3 മൾട്ടിപ്ലൈ ചെയ്ത് 6 ആവും. ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2 റേസ് ടു 1/3. അപ്പോൾ a ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 ഇൻറ്റു 2 റേസ് ടു 1/3. അതവിടെ നിൽക്കട്ടെ. ഓക്കെ, ആ ഒരു എക്സ്പ്രഷൻ അവിടെ നിൽക്കട്ടെ. ഇനി അഗെയിൻ നമ്മൾ സെയിം ഐഡിയ അപ്ലൈ ചെയ്യാൻ പോവാണ്. എം ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ജി എം. പക്ഷേ അത് ആർക്ക് അപ്ലൈ ചെയ്യുന്ന അറിയോ, x1 x2 x2 x3 x1 x3 ഈ 3 വാല്യൂസിനാണ്. എനി വാല്യൂസ് നമുക്ക് അപ്ലൈ ചെയ്യാം അല്ലേ, എനി വാല്യൂസിന് നമുക്ക് അപ്ലൈ ചെയ്യാം. സോ ഈ 3 വാല്യൂസിനാണ് അപ്ലൈ ചെയ്യുന്നത്. ഇവരുടെ അരിത്തമെറ്റിക് മീൻ എന്തായിരിക്കും വരിക, x1 x2 പ്ലസ് x2 x3 പ്ലസ് x1 x3 ഡിവൈഡ് ബൈ 3. കാരണം അവർ 3 ആളുകളേ ഉള്ളൂ, 3 ആളുകളേ ഉള്ളൂ. ഓരോന്ന് പ്രൊഡക്റ്റ് ആണെന്നുള്ളൂ, 3 ആളുകളേ ഉള്ളൂ. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി എം എന്താ വരിക, x1 x2 ഇൻറ്റു x2 x3 ഇൻറ്റു x1 x3 ഓൾ റേസ് ടു 1/3. 1/3 തന്നെയാണ് അവിടെയും വരിക അല്ലേ. സോ ഇവിടെ x1 x2 പ്ലസ് x2 x3 പ്ലസ് x1 x3 എന്ന് പറയുന്ന വാല്യൂ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ്, b/2. അപ്പോൾ എനിക്ക് എന്ത് പറയാം, b/2 ഓൾ ഡിവൈഡ് ബൈ 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഇതിനകത്ത് നിങ്ങൾ നോക്കിയേ, x1 ഇൻറ്റു x1 സ്ക്വയർ വരും, x2 ഇൻറ്റു x2 ഇൻറ്റു x2 സ്ക്വയർ വരും, x3 ഇൻറ്റു x3 സ്ക്വയർ വരും. അപ്പോൾ ഇവിടെ ഇത് ആക്ച്വലി x1 സ്ക്വയർ x2 സ്ക്വയർ x3 സ്ക്വയർ ഓൾ റേസ് ടു 1/3 ആണ്. അപ്പോൾ b/6 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു b/2 ഓൾ ഡിവൈഡ് ബൈ 3 b/6 ആയിട്ട് മാറും. x1 x2 x3 ഓൾ സ്ക്വയർ ഓൾ റേസ് ടു 1/3 ഇങ്ങനെ പറഞ്ഞൂടെ. കാരണം എന്താ, ഇതിനകത്ത് എല്ലാത്തിനും സ്ക്വയർ കോമൺ, ആ സ്ക്വയറിനെ കോമൺ ആക്കി എടുത്തു. പിന്നെ ഈ 1/3 ഓൾറെഡി അവിടെ ഉണ്ട്. x1 ഇൻറ്റു x2 ഇൻറ്റു x3യുടെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം, b/6 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x1 ഇൻറ്റു x2 ഇൻറ്റു x3 എന്താണ്, 2 ആണെന്നുള്ളത് നേരത്തെ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചില്ലേ, 2 ആണെന്നുള്ളത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് വരും, 2 സ്ക്വയർ ഓൾ റേസ് ടു 1/3. സോ ഐ ക്യാൻ സേ ദാറ്റ് b/6 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 സ്ക്വയർ 4 ആണ്, 4 റേസ് ടു 1/3. therefore b ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 ഇൻറ്റു 4 റേസ് ടു 1/3. ഓക്കെ, ഈ 2 ഇക്വേഷൻസ് ഞാൻ ജസ്റ്റ് ആഡ് ചെയ്യാൻ പോവാണ്. ഈ 2 ഇക്വേഷൻസ് എന്താ ആഡ് ചെയ്യാൻ സംഭവിക്കും, ഇവിടെ എ ഉണ്ട്, ഇവിടെ ബി ഉണ്ട്. ഞാനാണെങ്കിൽ അടുത്തൊരു പേജിലോട്ട് കൊടുക്കാം. എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 ഇൻറ്റു 2 റേസ് ടു 1/3. ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 ഇൻറ്റു 4 റേസ് ടു 1/3. ഇവ രണ്ടുപേരും ആഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും, എ പ്ലസ് ബി ഈ സൈഡ് വരും. ആ സൈഡിൽ എന്ത് വരും, 6 ഇൻറ്റു 2 റേസ് ടു 1/3 പ്ലസ് 6 ഇൻറ്റു 4 റേസ് ടു 1/3. സോ ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ആണെങ്കിൽ രണ്ട് സ്ഥലത്തും 6 കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താ ഉണ്ടാവുക, 2 റേസ് ടു 1/3 പ്ലസ് 4 റേസ് ടു 1/3. So a plus b greater than or equal to 6 into 2 raised to 1/3 plus 4 raised to 1/3. അതല്ലേ ഇവിടെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. Then prove that a plus b greater than or equal to 6 into 2 raised to 1/3 plus 4 raised to 1/3. ഇത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ, ഇത് വേറെ മെത്തേഡ്സിൽ ചെയ്യട്ടോ. ഈ മെത്തേഡിൽ ചെയ്യാൻ നിർബന്ധമില്ല, വേറെ മെത്തേഡ്സിൽ ചെയ്യാം. പല മെത്തേഡ്സിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഈ മെത്തേഡ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണം, എന്ത് വാശിയൊന്നുമില്ല. യു ക്യാൻ ഡു ഇറ്റ് ഇൻ മെനി വേസ്. ഓക്കെ, പല മെത്തേഡ്സിലും ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ യൂസ് ചെയ്തുള്ള അരിത്തമെറ്റിക് മീനും ജോമെട്രിക് മീൻ്റെയും കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്തിട്ടുള്ളത്. റെഡി? യെസ്. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യനോട് കൂടി നമ്മൾ ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് എ ബി എക്സ് വൈ ആർ പോസിറ്റീവ് നാച്ചുറൽ നമ്പേഴ്സ് സച്ച് ദാറ്റ് 1/x plus 1/y is equal to 1, then prove that a raised to x by x plus b raised to y by y greater than or equal to ab. ഓക്കെ, എ ബി എക്സ് വൈ എന്നുള്ളത് പോസിറ്റീവ് നാച്ചുറൽ നമ്പേഴ്സ് ആണെന്ന് പറയുന്നുണ്ട്, ഒരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്, എന്നിട്ട് ഇത് പ്രൂവ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. നമുക്ക് അത് തന്നിട്ടുള്ള സംഭവങ്ങൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, വേറെ ഒന്നുമില്ല. ഫസ്റ്റ് ഇതാണ് തന്നിട്ടുള്ളത്, 1/x plus 1/y is equal to 1.
അല്ലേ? അതാണ് നമുക്ക് കയ്യിൽ. ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ എന്ത് വരും? എക്സ് പ്ലസ് വൈ ബൈ എക്സ് വൈ ഇസ് ഈക്വൽ ടു 1. സോ ഐ ക്യാൻ സേ ദാറ്റ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ. അല്ലേ? അതാണ് ഇപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു കൺക്ലൂഷൻ. വേറെ കൺക്ലൂഷൻസ് ഒന്നും ഇല്ല, അവിടെ നിൽക്കട്ടെ. ഇനി തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാം. എ റേസ് ടു എക്സ് ബൈ എക്സ് പ്ലസ് ബി റേസ് ടു വൈ ബൈ വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ ബി ചെയ്യാനാണ്, പ്രൂവ് ചെയ്യാനാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഈ ഒരു എക്സ്പ്രഷൻ എടുക്കാം. ഓക്കെ, ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ സംഭവിക്കും. വൈ ഇൻറ്റു എ റേസ് ടു എക്സ് പ്ലസ് എക്സ് ഇൻറ്റു ബി റേസ് ടു വൈ ഡിവൈഡ് ബൈ എക്സ് ഇൻറ്റു വൈ എന്നുള്ളതാണ് വരിക. റെഡിയല്ലേ? വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ, വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല. അപ്പോൾ ഇതിൻ്റെ മീനിങ് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. 2 എ റേസ് ടു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് എന്താ? എ റേസ് ടു എക്സ് പ്ലസ് എ റേസ് ടു എക്സ് അല്ലേ? 2 ടൈംസ് എ റേസ് ടു എക്സ് ആഡ് ചെയ്യുന്നു. 10 എ റേസ് ടു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് എന്താ? എ റേസ് ടു എക്സ് പ്ലസ് എ റേസ് ടു എക്സ് പ്ലസ് എ റേസ് ടു എക്സ് പ്ലസ് അങ്ങനെ 10 ടൈംസ്. അങ്ങനെയാണെങ്കിൽ വൈ എ റേസ് ടു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? എ റേസ് ടു എക്സ് പ്ലസ് എ റേസ് ടു എക്സ് പ്ലസ് എ റേസ് ടു എക്സ് പ്ലസ് അങ്ങനെ വൈ ടൈംസ് എ റേസ് ടു എക്സ് ആഡ് ചെയ്യുന്നതല്ലേ അത്, അല്ലേ? പ്ലസ് അടുത്തത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ് ഇൻറ്റു ബി റേസ് ടു വൈ. അതിൻ്റെ മീനിങ് എന്താ? ബി റേസ് ടു വൈയെ നമ്മൾ ഇതുപോലെ എന്ത് ചെയ്യണം? എക്സ് ടൈംസ് ആഡ് ചെയ്യുമ്പോഴാണ് എക്സ് ഇൻറ്റു ബി റേസ് ടു വൈ വരിക, അല്ലേ? ബി റേസ് ടു വൈ 10 ബി റേസ് ടു വൈ എന്ന് പറഞ്ഞാൽ എന്താ? ബി റേസ് ടു വൈ പ്ലസ് ബി റേസ് ടു വൈ പ്ലസ് അങ്ങനെ 10 ടൈംസ് ചെയ്യുന്നു. അപ്പോൾ എക്സ് ബി റേസ് ടു വൈ എന്ന് പറയുമ്പോൾ ബി റേസ് ടു വൈ പ്ലസ് ബി റേസ് ടു വൈ പ്ലസ് ബി റേസ് ടു വൈ പ്ലസ് അങ്ങനെ എക്സ് ടൈംസ് നമ്മൾ ആഡ് ചെയ്യുന്നു ഡിവൈഡ് ബൈ എക്സ് ഇൻറ്റു വൈ ക്ലിയർ ആണല്ലോ? എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി എക്സ് ഇൻറ്റു വൈ എന്നുള്ളതിന് പകരം എനിക്ക് എക്സ് പ്ലസ് വൈ എന്ന് കൊടുത്തൂടെ? എക്സിന് വൈ എന്നുള്ളതിന് പകരം എക്സ് പ്ലസ് വൈ കൊടുക്കുന്നതിന് പ്രശ്നമുണ്ടോ? ഇല്ല. അപ്പോൾ ഞാൻ എന്താണ് എക്സ് പ്ലസ് വൈ കൊടുക്കുകയാണ് ഡിനോമിനേറ്റർ. കാരണം രണ്ടും ഈക്വൽ ആണ് എന്നുള്ളത് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? ക്വസ്റ്റിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? രണ്ട് ഈക്വൽ ആണെന്നുള്ള ക്വസ്റ്റിൽ ഓൾറെഡി പറഞ്ഞതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അത് ഈക്വൽ ടു എന്നുള്ള രീതിയിൽ മാറ്റിയിട്ട് കൊടുക്കാൻ പറ്റും. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇയാൾ എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ ബി എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യണം. ഇയാൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ ബി ആണെന്നുള്ളത് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇയാൾ ഈ എ റേസ് ടു എക്സ് ഈ ഓരോരുത്തരും നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ എ റേസ് ടു എക്സ് പ്ലസ് എ റേസ് ടു എക്സ് പ്ലസ് എ റേസ് ടു എക്സ് പ്ലസ് അങ്ങനെ വൈ ടൈംസ് അല്ലേ? അപ്പോൾ ഇവിടെ ആക്ച്വലി എ റേസ് ടു എക്സ് എന്ന് പറയുന്ന ആൾ വൈ ടൈംസ് ആഡ് ചെയ്യുന്നു എന്നുള്ളതല്ലേ ഇതിൻ്റെ മീനിങ്, അല്ലേ? അതേപോലെ തന്നെ ബി റേസ് ടു വൈ എന്ന് പറയുന്ന ആൾ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ് ടൈംസ് അവിടെ നമ്മൾ ആഡ് ചെയ്യുന്നു. ഡിനോമിനേറ്ററിൽ നമുക്ക് എക്സ് ഉണ്ട്, വൈ ഉണ്ട്. ഇവരെന്തെങ്കിലും കോൺസെപ്റ്റ് വെച്ചിട്ട് ഇവിടെ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഉള്ളതുകൊണ്ട് എന്തെങ്കിലും കോൺസെപ്റ്റ് വെച്ചിട്ട് ഇവരെ നമുക്ക് അരിത്തമെറ്റിക് പ്രോഗ്രഷനിലോട്ട് അരിത്തമെറ്റിക് മീനിലോട്ടോ ജോമെട്രിക് മീനിലോട്ടോ ഇവരെ കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ഇനി അടുത്ത് ആലോചിക്കേണ്ടത്, അല്ലേ? ഇവരെന്തെങ്കിലും കോൺസെപ്റ്റ് വെച്ച് നമുക്ക് ഇതിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ? ഇറ്റ്സ് പോസിബിൾ. കാരണം എന്താ? നിങ്ങൾ നോക്കിയേ, ഇവിടെ എ റേസ് ടു എക്സ് പ്ലസ് എ റേസ് ടു എക്സ് പ്ലസ് അങ്ങനെ വൈ ടൈംസ് വരുന്നുണ്ട്, ഇത് എക്സ് ടൈംസ് വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഇതിനകത്ത് എത്ര ടേംസ് ഉണ്ട്? എക്സ് പ്ലസ് വൈ ടേംസ് ഉണ്ട്. കറക്റ്റ് അല്ലേ? ഇതിനകത്ത് എക്സ് വൈ ടൈംസ് അവർ ആഡ് ചെയ്യുന്ന പറഞ്ഞാൽ വൈ ടേംസ് ഉണ്ട്. ഞാനിവിടെ 2 ടൈംസ് എന്ന് പറയുമ്പോൾ 2 ടേംസ് അതിനകത്തുണ്ട്. ടേംസ് ഇൻ ദ സെൻസ് 2 ആളുകൾ നമ്മളിങ്ങനെ ആഡ് ചെയ്യുന്നുണ്ട്. 10 ടൈംസ് എന്ന് പറയുമ്പോൾ 10 ആളുകൾ അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ വൈ ടൈംസ് പറയുമ്പോൾ ഇതിനകത്ത് വൈ ആളുകളുണ്ട്, ഇതിനകത്ത് എക്സ് ആളുകളുണ്ട്. അപ്പോൾ ടോട്ടൽ വൈ പ്ലസ് എക്സ് അഥവാ എക്സ് പ്ലസ് വൈ ആളുകൾ അതിനകത്തുണ്ട്. സോ ദാറ്റ് മീൻസ് ഇത്രയും ആളുകളുടെ അരിത്തമെറ്റിക് മീൻ അല്ലേ ഈ തന്നിട്ടുള്ളത്? മനസ്സിലായോ? അതായത് നിങ്ങളുടെ കയ്യിൽ വൈ ടൈംസ് എ റേസ് ടു എക്സ് ഉണ്ട്, എക്സ് ടൈംസ് ബി റേസ് ടു വൈ ഉണ്ട്. അവരുടെ അരിത്തമെറ്റിക് മീൻ എങ്ങനെ നിങ്ങൾ കാണുക? എല്ലാവരെയും ആഡ് ചെയ്യണം, ഡിവൈഡ് ബൈ അതിന് നമ്പർ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ആക്ച്വലി ഈ കാണുന്ന ഈ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വൈ ടൈംസ് എ റേസ് ടു എക്സുകളുടെയും എക്സ് ടൈംസ് ബി റേസ് ടു വൈകളുടെയും ആ ടോട്ടൽ അത്രയും ആളുകളുടെ അരിത്തമെറ്റിക് മീനാണ് ഇയാൾ. അതുകൊണ്ടാണ് താഴെ എക്സ് പ്ലസ് വൈ വരാൻ കാരണം എന്താ? ടോട്ടൽ നമ്പർ എത്ര നമ്പേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ അരിത്തമെറ്റിക് മീൻ കാണുന്ന സമയത്ത് ഇവിടെ എന്താ എല്ലാ ടേംസും ആഡ് ചെയ്തിട്ട് എത്ര നമ്പർ ഉണ്ടോ വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെയുള്ള ഈ ഓരോ ടേമുകൾ ഏതാണ്? അതിലൊരു വൈ എണ്ണം എത്ര ഉണ്ട്? എ റേസ് ടു എക്സുകളുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്, അല്ലേ? വൈ എ റേസ് ടു എക്സുകളുണ്ട്, എക്സ് ബി റേസ് ടു വൈകളുണ്ട്. അപ്പോൾ ടോട്ടൽ എക്സ് പ്ലസ് വൈ, ടോട്ടൽ നമ്പർ എക്സ് പ്ലസ് വൈ ആണ്. അങ്ങനെയാണെങ്കിൽ ഇയാൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അവരുടെ ജി എം ആയിരിക്കും. ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു അവരുടെ ജി എം, എ എം ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ജി എം എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്തായിരിക്കും? അവരുടെ ജി എം എന്തായിരിക്കും അവരുടെ ജി എം? ഇവരെല്ലാവരും മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? ജി എം കണ്ടുപിടിക്കാൻ ഞാൻ ജി എം അടുത്തൊരു പേജിൽ കൊടുക്കാം. ജി എം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എല്ലാവരും മൾട്ടിപ്ലൈ, എ റേസ് ടു എക്സ് ഇൻറ്റു എ റേസ് ടു എക്സ് ഇൻറ്റു എ റേസ് ടു എക്സ് ഇൻറ്റു അങ്ങനെ എത്ര എ റേസ് ടു എക്സുകളുണ്ട്? വൈ ടൈംസ് എ റേസ് ടു എക്സുകൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഇൻറ്റു കഴിഞ്ഞിട്ടില്ല, ഇനി ബി റേസ് ടു വൈകളുണ്ട്, ബി റേസ് ടു വൈ അങ്ങനെ എക്സ് ടൈംസ് ആരുണ്ട്?
ബി റേസ് ടു വൈകളുണ്ട്, ഓൾ റേസ് ടു 1 ബൈ n ആണ്. n എന്ന് പറഞ്ഞാൽ നമ്പർ, എത്ര ആളുകൾ അവിടെ ടോട്ടൽ ഉള്ളത്, എക്സ് പ്ലസ് വൈ ആളുകളുണ്ട്. ഇനി നിങ്ങൾ നോക്കിയേ, എ റേസ് ടു എക്സ് ഇൻറ്റു എ റേസ് ടു എക്സ് ഇൻറ്റു എ റേസ് ടു എക്സ് ഇൻറ്റു അങ്ങനെ വൈ ടൈംസാ. അപ്പോൾ എ റേസ് ടു എക്സ് ഓൾ റേസ് ടു വൈ ആയിരിക്കും അത്, ഇൻറ്റു ബി റേസ് ടു വൈ ഇൻറ്റു ബി റേസ് ടു വൈ ഇൻറ്റു ബി റേസ് ടു വൈ, അങ്ങനെ എക്സ് ബി റേസ് ടു വൈകളാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ബി റേസ് ടു വൈ ഓൾ റേസ് ടു എക്സ് ആയിരിക്കും, ഓൾ റേസ് ടു 1/x പ്ലസ് വൈ. നിങ്ങൾ നോക്കി അടുത്തൊന്ന്, എ റേസ് ടു എക്സ് ഓൾ റേസ് ടു വൈ എന്ന് പറയുമ്പോൾ എ റേസ് ടു എക്സ് ഇൻറ്റു വൈ, ബി റേസ് ടു വൈ ഓൾ റേസ് ടു എക്സ് എന്ന് പറയുമ്പോൾ ബി റേസ് ടു വൈ ഇൻറ്റു എക്സ് അഥവാ ബി റേസ് ടു എക്സ് ഇൻറ്റു വൈ തന്നെയാണ്, ഓൾ റേസ് ടു 1/x പ്ലസ് വൈ. ദാറ്റ്സ് ഈക്വൽ ടു, എനിക്കിങ്ങനെ പറഞ്ഞൂടെ, എ ബി ഓൾ റേസ് ടു എക്സ് ഇൻറ്റു വൈ ഓൾ റേസ് ടു 1/x പ്ലസ് വൈ. കാരണം എന്താ, കാരണം ഇയാൾക്കും കോമൺ പവറാണ്, അപ്പോൾ എനിക്ക് ഒറ്റ പവറായിട്ട് കൊടുക്കാൻ പറ്റും. ഇനി ഇവർ രണ്ടുപേരും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തൂടെ, സോ ദാറ്റ്സ് ഈക്വൽ ടു എ ബി ഓൾ റേസ് ടു എക്സ് ഇൻറ്റു വൈ ഇൻറ്റു 1/x വൈ എന്ന് പറയുമ്പോൾ ഇൻറ്റു 1/x പ്ലസ് വൈ. അപ്പോൾ നിങ്ങൾ നോക്കിയേ, എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ, എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ എന്താണ് വരിക, എക്സ് വൈയും എക്സ് പ്ലസ് വൈയും ഈക്വൽ അല്ലേ. അപ്പോൾ ഇത് രണ്ടും കട്ട് ചെയ്തൂടെ, എക്സ് വൈയും എക്സ് പ്ലസ് വൈയും കട്ട് ചെയ്തൂടെ, ബാക്കി എന്ത് ഉണ്ടാവുള്ളൂ, 1 ഉണ്ടാവുള്ളൂ. ദാറ്റ്സ് ഈക്വൽ ടു എ ബി, ദാറ്റ്സ് ഈക്വൽ ടു എ ബി. അപ്പോൾ ഇത് എ എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി എം എന്ന് പറയുമ്പോൾ ഇവിടെ ഇയാൾക്ക് പകരം എന്ത് ചെയ്യുക, ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ വൈ എ റേസ് ടു എക്സ് പ്ലസ് ഈ ഒരു എക്സ്പ്രഷന് പകരമാണ് എന്ത്, എക്സ് ബി റേസ് ടു വൈ, അയാളെ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്തതാണ്, ബി റേസ് ടു വൈ ഡിവൈഡ് ബൈ എക്സ് പ്ലസ് വൈക്ക് പകരം എന്ത് ചെയ്യുക, എക്സ് വൈ കൊടുക്കുക. അതാണ് ക്വസ്റ്റ്യൻ ഉള്ളത്, എക്സ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി എം. ജി എം എന്താ, ജോമെട്രിക് മീൻ എന്താ, എ ബി ആണ്. സോ ജി എം എ ബി എന്ന് നമുക്ക് കിട്ടില്ലേ. സോ ദാറ്റ്സ് ദ ഫൈനൽ ആൻസർ. അതാണ് നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞ കാര്യം. ക്ലിയർ അല്ലേ? ഇതിലാകെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം, ഈ ഒരു എക്സ്പ്രഷനെ എങ്ങനെ ഇങ്ങനെയാക്കി മാറ്റി, ഇയാളെ എങ്ങനെ ഇങ്ങനെയാക്കി മാറ്റി, അതാണ് ഫസ്റ്റ് തിങ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഇയാൾ ഈ എക്സ് വൈ എക്സ് പ്ലസ് വൈ ആക്കുന്നതോട് കൂടി ഈ ഒരു എക്സ്പ്രഷൻ ഒരു അരിത്തമെറ്റിക് മീൻ ആണെന്നുള്ള റിയലൈസേഷനാണ്. ഞാൻ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് സ്ലോ ആയിട്ട് വീണ്ടും പറയാൻ കാരണം അത് കൺഫ്യൂഷൻ വരാതിരിക്കാനാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഫുള്ളി ഈസിയാണ് അല്ലേ, ആ കോൺസെപ്റ്റ് മനസ്സിലാവണം. അപ്പോൾ അതാണ് ഇവിടുത്തെ. അപ്പോൾ അരിത്തമെറ്റിക് മീനാണ് ഇയാളെന്ന് മനസ്സിലായി. ആരുടെ അരിത്തമെറ്റിക് മീൻ, ഇവർ ഇത്രയും ടേംസിൻ്റെ അരിത്തമെറ്റിക് മീൻ. അപ്പോൾ അവരുടെ ജോമെട്രിക് മീൻ എന്താണെന്ന് കണ്ടുപിടിക്കുക. ജോമെട്രിക് മീനാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്, അത് എ ബി ആണെന്ന് കിട്ടി. സോ അരിത്തമെറ്റിക് മീൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജോമെട്രിക് മീൻ എന്നുള്ള സിമ്പിൾ ഐഡിയ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഈസി ആയിട്ട് മാറും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഈസിലി ഈ കോൺസെപ്റ്റ് എല്ലാം മൈൻഡോട്ട് വരിക. കാരണം ഒന്നും ഈസി അല്ല, ഒന്നും നമുക്ക് പെട്ടെന്ന് അങ്ങനെ പെട്ടെന്ന് പോയി ചെയ്യുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു 1-2 സ്റ്റെപ്പ് ആൻസർ കിട്ടുന്നു എന്നുള്ളത് എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ എക്സ്പെക്ട് ചെയ്യരുത്. ചില ക്വസ്റ്റ്യൻസ് അങ്ങനെ പോസിബിൾ ആകും, പക്ഷേ ചില ക്വസ്റ്റ്യൻസ് കുറച്ച് സ്റ്റെപ്പ് എഴുതേണ്ടി വരും. അപ്പോൾ പ്രാക്ടീസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരുപാട് പ്രാക്ടീസ് ഉള്ള ആളുകൾക്കാണ് ഇതുപോലെ ക്യാച്ച് ചെയ്ത് പോകാൻ പറ്റുക. അപ്പോൾ ഇതിൻ്റെ ക്ലാസ് നോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് നോട്ട്സും കാര്യങ്ങളെല്ലാം കിട്ടുന്നതാണ്. ആരെയും കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും, നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. അവിടെ നമ്മൾ എല്ലാത്തിൻ്റെയും നോട്ട്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓരോ ടോപ്പിക്കുമായി റിലേറ്റഡ് ഉള്ള അഡീഷണൽ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യും അവിടെ ഷെയർ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.